ഓക്കെ, ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യുന്നത് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്നുള്ള യൂണിറ്റിൽ നിന്നാണ്. നമ്മൾ മെയിൻലി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇന്ന് നമ്മൾ മെയിൻലി നിമി ബേസ് ചെയ്തിട്ടുള്ള സിലബസ് അനുസരിച്ച് അതിന്റെ ടെക്സ്റ്റ് ബുക്കിന്റെ ബേസ് ചെയ്തിട്ട് അതേപോലെ തന്നെ അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പാറ്റേൺസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസുകളാണ് മെയിൻലി ഇന്ന് ഡിസ്കഷനിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ ഒക്കെ മിക്കപ്പോഴും സിലബസുകൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസുകൾ നോക്കിയാൽ നിമി ബേസ്ഡ് ആയിട്ടുള്ളത് തന്നെയാണ് വരാറുള്ളത്. അതുകൊണ്ട് നമുക്ക് അത് നന്നായിട്ടൊന്ന് തറവായിരുന്നു കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലോട്ട് പോകാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഫോഴ്സ് ഇസ് റിക്വയർഡ് to move the pointer from zero position in an indicating instrument? നമുക്കറിയാം ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റിന് എപ്പോഴും ഒരു ഡയൽ ഉണ്ടാകും അല്ലെങ്കിൽ ഒരു സ്കെയിൽ ഉണ്ടാകും. ഈ സ്കെയിലില് സീറോ റീഡിംഗ് തൊട്ട് അതിന്റെ റേഞ്ച് വരെ, ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഒരു വോൾട്ട് മീറ്റർ ആണെന്നുണ്ടെങ്കിൽ 100 വോൾട്ട് വരെയുള്ള സ്കെയിൽ റേഞ്ചുകൾ കാണിക്കും. അപ്പൊ നമുക്കറിയാം ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റില് അതിൽ നമ്മൾ മെഷർമെന്റ് കാണിക്കുന്ന അല്ലെങ്കിൽ ഇൻഡിക്കേഷൻ കാണിക്കുന്നത് അതിലൂടെ ഫ്ലോ ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ അതിലോട്ട് കൊടുക്കുന്ന ഒരു വോൾട്ടേജോ അല്ലെങ്കിൽ കറണ്ടോ കാരണമായിരിക്കും അവിടെ ഒരു ഇൻഡിക്കേഷൻ വരുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു വോൾട്ടേജ് 100 വോൾട്ട് ഉള്ള ഒരു വോൾട്ട് മീറ്റർ എടുക്കുവാണെങ്കിലും അതിൽ നിന്ന് സീറോയിൽ നിന്ന് ഡിഫ്ലക്ഷൻ കാണിക്കണമെങ്കിൽ ആ ഒരു മീറ്ററിൽ 3 ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ടാവും. ഒന്ന് കൺട്രോളിങ് ഫോഴ്സ് ഉണ്ട്, ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ് ഉണ്ട്, പിന്നെ ഡാമ്പിംഗ് ഫോഴ്സും ഉണ്ട്. ഈ 3 കൂടെ ആക്ഷൻ കാരണമായിരിക്കും നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റീഡിങ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ സീറോ പൊസിഷനിൽ നിന്ന് നമ്മുടെ ഈ പോയിന്ററിനെ ഡിഫ്ലക്റ്റ് ചെയ്യിക്കുന്നതാണ് ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ്. അതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഇസ് ഫോഴ്സ് ഇസ് റിക്വയർഡ് ടു മൂവ് ദ പോയിന്റർ ഫ്രം സീറോ പൊസിഷൻ? സീറോയിൽ നിന്ന് അതിനെ നമുക്ക് വേണ്ടിയ വോൾട്ടേജ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോഴ്സ് ആണ് ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം ഈ സേ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്കൊരു 50 വോൾട്ടിലാണ് നമ്മുടെ വോൾട്ടേജ് വരണ്ടെങ്കിൽ ആ 50 വോൾട്ടിൽ തന്നെ പോയിന്റർ നിൽക്കണമെങ്കിൽ ഈ ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സും കൺട്രോളിംഗ് ഫോഴ്സും ഈക്വൽ ആണെങ്കിൽ മാത്രമേ ഈ 50 വോൾട്ടിൽ തന്നെ നിൽക്കത്തുള്ളൂ. ഇനി അങ്ങനെ നിൽക്കണം എന്നുണ്ടെങ്കിലും ചില കേസുകളിൽ അവിടെ ഒരു ഓസിലേഷൻസ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്, പോയിന്റർ ഓസിലേഷൻ സംഭവിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാമ്പിംഗ് ഫോഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പൊ 3 ഫോഴ്സുകളാണ്: കൺട്രോളിംഗ് ഫോഴ്സ്, ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ്, അതേപോലെ ഡാമ്പിംഗ് ഫോഴ്സ്. സീറോ പൊസിഷനിൽ നിന്ന് പോയിന്ററിനെ ഡിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോഴ്സ് ആണ് ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ്. ആൻസർ എന്ന് പറയുന്നത് ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, which is the position to use the instrument provided with gravity control? ആർക്കെങ്കിലും പറയാമോ ഏത് പൊസിഷനിലായിരിക്കും നമ്മൾ ഇൻസ്ട്രുമെന്റ് വെക്കേണ്ടത്? നമ്മൾ ഗ്രാവിറ്റി കൺട്രോൾ ആണ്, സ്പ്രിംഗ് കൺട്രോൾ ഉണ്ട്, ഗ്രാവിറ്റി കൺട്രോൾ ഉണ്ട്. അങ്ങനെ കൺട്രോളിംഗ് ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്ട്രുമെന്റ് ഏത് പൊസിഷനിലാണ്? വെർട്ടിക്കൽ. കറക്റ്റ് ആണ്, വെർട്ടിക്കൽ പൊസിഷനിലാണ് വെക്കേണ്ടത്. സ്പ്രിംഗ് കൺട്രോൾഡ് ആണെങ്കിൽ എങ്ങനെ വെക്കാൻ പറ്റും? എനി പൊസിഷൻ. ഇനി എന്തുകൊണ്ടാണ് വെർട്ടിക്കൽ പൊസിഷനിൽ വെക്കുന്നത്? ഗ്രാവിറ്റി എപ്പോഴും ഡൗൺവേർഡ് ഡയറക്ഷനിലോട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് എന്നാൽ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് റീഡിംഗ് കിട്ടണമെങ്കിൽ അതെപ്പോഴും വെർട്ടിക്കൽ പൊസിഷനിൽ തന്നെ വെക്കണം. സോ ആൻസർ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ സ്കെയിൽ? ഈ സ്കെയിലിന്റെ പേരെന്താണ്? നോൺ ലീനിയർ ആണ്. കറക്റ്റ് ആണ്. കാര്യം എന്താണ്? നോൺ ലീനിയർ സ്കെയിലിന്റെ ഈ ബിഗിനിങ് സൈഡിലും എൻഡിങ് സൈഡിലും നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്മുടെ സ്കെയിൽസ് ക്രാംഡ് ആയി. അപ്പൊ അതുകൊണ്ട് അതിന് നോൺ ലീനിയർ സ്കെയിൽ എന്ന് പറയും. അപ്പൊ നോൺ ലീനിയർ സ്കെയിൽ ഏത് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ്സിനായിരിക്കും വരുന്നത്? മൂവിംഗ് അയൺ ആണോ, മൂവിംഗ് കോയിൽ ആണോ? മൂവിംഗ് അയണിനായിരിക്കും വരുന്നത്. ആൻഡ് വാട്ട് ഇസ് ദ റീസൺ? എന്തുകൊണ്ടാണ് മൂവിംഗ് അയണിന് വരാനുള്ള കാരണം? ടോർക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ കറന്റ്. കറന്റ് പ്രൊപ്പോർഷണൽ ടു കറന്റ് സ്ക്വയർ ഓഫ് ദ കറന്റ് ആണ് പ്രൊപ്പോർഷണൽ.
അതെ അതെ, അതാണ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയുന്നത്. സ്ക്വയർ ഓഫ് കറണ്ടിനോട് പ്രപ്പോർഷണൽ ആയതുകൊണ്ടാണ് നോൺ ലീനിയാരിറ്റി വരുന്നത്. അപ്പൊ ലീനിയർ സ്കെയിൽ എവിടെയായിരിക്കും വരുന്നത്? MC ഇൻസ്ട്രുമെന്റ്. മൂവിംഗ് കോയിൽ. അതിൽ നമുക്കറിയാം TD എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I. കറണ്ട് ഓൺലി. സോ ദാറ്റ് ഇസ് ദ ആൻസർ. ആൻസർ എന്ന് പറയുന്നത് നോൺ ലീനിയർ സ്കെയിൽ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which error is caused by incorrect position of instrument reading? ശ്രദ്ധിച്ചോണം. Which error is caused by incorrect position of instrument reading എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ വെച്ചിരിക്കുന്ന ഇൻസ്ട്രുമെന്റിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ പൊസിഷൻ കാരണം കെയർലെസ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ വെക്കുന്നത് കൊണ്ട് എന്ത് എററാണ് സംഭവിക്കുന്നത്? ഡിവൈസ് ഏതാ? അതെ, ഡിവൈസർ ആണ് കറക്റ്റ് ആയിട്ട്. നമ്മൾ ഇതില് ചിലപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും, ഇത് ഹ്യൂമൻ എറർ അല്ലേ, അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ വരാം. നമ്മൾ നിമിയുടെ ടെക്സ്റ്റ് എടുത്ത് വേണം ഇത് റെഫർ ചെയ്ത് നോക്കാനായിട്ട്. കാര്യം നമ്മൾ AK ഷോണി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡിവൈസ് എറർ എന്ന് പറഞ്ഞ ഒരു എറർ നമ്മൾ അതിൽ കാണുന്നില്ല. നിമിയുടെ ടെക്സ്റ്റിൽ എടുത്ത് നോക്കുമ്പോഴാണ് ഈ ഡിവൈസ് എറർ ശരിക്കും പറഞ്ഞാൽ അതിൽ കാണിക്കുന്നത്. ഇപ്പൊ ഡിവൈസ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെയർലെസ് ആയിട്ടുള്ള അസംബ്ലി അല്ലെങ്കിൽ കെയർലെസ് ആയിട്ടുള്ള പൊസിഷൻസിൽ ഇൻസ്ട്രുമെന്റ്സിന് വെച്ചുകൊണ്ട് നമ്മൾ റീഡിംഗ് എടുക്കുമ്പോൾ കിട്ടുന്ന എറേഴ്സിനെയാണ് നമ്മൾ ഡിവൈസ് എറർ എന്ന് പറയുന്നത്. ഇത് കറക്റ്റ് ആൻസർ A ആണ്. നിമി ടെക്സ്റ്റ് ബുക്കിൽ റെഫർ ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന്റെ കറക്റ്റ് ആൻസർ ഡിവൈസ് എറർ ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ ഇത് നിങ്ങൾ വിചാരിക്കും ഒരു ഹ്യൂമൻ എന്താ പറയുന്നത് പാരലാക്സ് എറർ. പാരലാക്സ് എറർ എന്തുകൊണ്ടാണ്? നമ്മൾ നേരെ നിന്ന് നോക്കാതെ ചെരിഞ്ഞു നോക്കുമ്പോഴത്തേക്കൊക്കെ റീഡിങ്ങിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരാം. അപ്പൊ അതുമായിട്ട് ഒരു കൺഫ്യൂഷൻ വരാം. പക്ഷെ അതല്ല, പാരലാക്സ് എറർ അല്ല, ഇത് ഡിവൈസ് എററാണ്. ഡിവൈസിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഏത് പൊസിഷനിലാണ് നമ്മുടെ ഇൻസ്ട്രുമെന്റ് വെക്കുന്നത് അതിന്റെ വ്യത്യാസം കൊണ്ട് വരുന്ന എററാണ് ഡിവൈസ് എറർ കേട്ടോ. അപ്പൊ ഇത് കെയർഫുൾ ആയിരിക്കണം. ഒരു കൺഫ്യൂഷൻ വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ അതൊന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which instrument is used to measure 1 ohm and below 1 ohm resistance value accurately? ഇപ്പൊ 1 ഓമിനേക്കാളും താഴെ വാല്യൂ മെഷർ ചെയ്യും ഏതാണ്? ഷണ്ട് ടൈപ്പ് ഓമീറ്റർ ആണ്. മെഗോമീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഹൈ റെസിസ്റ്റൻസ്. മെഗാ ഓമിന് മുകളിലുള്ള റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ. സീരീസ് ടൈപ്പ് ആണെങ്കിലോ? സീരീസ് ടൈപ്പ് എന്ന് പറയുന്നത് ഹൈ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സീരീസ് ടൈപ്പ് ഓൺ മീറ്റർ എന്ന് പറയുന്നത്. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് റെസിസ്റ്റൻസ് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ലോ റെസിസ്റ്റൻസ് ഉണ്ട്, മീഡിയം റെസിസ്റ്റൻസ് ഉണ്ട്, ഹൈ ഉണ്ട്. ലോ എന്ന് പറയുന്നതാണ് ലെസ് ദാൻ 1 ഓം എന്ന് പറയുന്നത്. അപ്പൊ ഈ 1 ഓം അതിൽ താഴെയുള്ളത് നമ്മൾ ലോ റെസിസ്റ്റൻസ് മെഷർമെന്റ് എന്ന് പറയും. മീഡിയം റെസിസ്റ്റൻസ് ആണെങ്കിൽ 1 ഓം തൊട്ട് 100 കിലോ ഓം ആണ്. ഹൈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 കിലോ ഓം തൊട്ട് മുകളിലുള്ളതിനാണ് നമ്മൾ ഹൈ റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറഞ്ഞിരുന്നത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക ഏതൊക്കെയാണ് അതിന്റെ വാല്യൂസ് എന്നും കൂടെ നോട്ട് ചെയ്ത് വെച്ചോണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് തേർഡ് ടെർമിനൽ പ്രൊവൈഡ്? ഏതാ? മൾട്ടിമീറ്റർ കൊണ്ട് നമുക്ക് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ പറ്റുമോ? മൾട്ടിമീറ്റർ വെച്ചിട്ട് നമുക്ക് എല്ലാ ഇലക്ട്രിക്കൽ പാരാമീറ്റേഴ്സും ചെക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിംഗ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഷണ്ട് ടൈപ്പ് ഓമീറ്റർ തന്നെ ഉപയോഗിക്കണം. കാര്യം മൾട്ടിമീറ്റർ വെച്ച് ചെയ്താലും നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിംഗ് കിട്ടണമെന്ന് നിർബന്ധമില്ല. അതാണ് ആക്യുറേറ്റ്ലി എന്ന് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അതേസമയം ഇപ്പൊ നമുക്ക് ആക്യുറേറ്റ്ലി ഇല്ല, ഷണ്ട് ടൈപ്പ് ഓമീറ്ററും നമുക്ക് ഓപ്ഷൻ ഇല്ലായിരുന്നുണ്ടെങ്കിൽ നമുക്ക് മൾട്ടിമീറ്റർ വേണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യായിരുന്നു. ഓക്കെ, അത് ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണം. ആക്യുറേറ്റ് എന്ന് പറയുന്നത് മൾട്ടിമീറ്റർ വെച്ചിട്ട് ഹൈ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ പറ്റുമോ? ഏതാ? ചെറിയ മൾട്ടിമീറ്റർ വെച്ചിട്ടേ ഹൈ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ പറ്റുമോ? അത് ലോ റെസിസ്റ്റൻസ് മാത്രമാണ് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ? അല്ല, നമുക്ക് മൾട്ടിമീറ്ററിന് ഓരോ റേഞ്ചുകളുണ്ടല്ലോ. അതില് 20K വരെയൊക്കെ 20K 100K വരെയൊക്കെ ഉള്ളതാണ് മാക്സിമം നമ്മൾ ലാബിലൊക്കെ യൂസ് ചെയ്യുന്നതും അതുപോലെയുള്ളതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിലാണ് നമ്മൾ ഫ്ലൂക്ക് അല്ലെങ്കിൽ മെഗർ അങ്ങനെയുള്ള മെഗറിലോട്ട് പോകുന്നത്.
ഹൈ റെസിസ്റ്റൻസ് മെഷർമെന്റ്. മൾട്ടിമീറ്റർ വരുമ്പോഴത്തേക്കും മീഡിയം വരെയുള്ളതൊക്കെയാണ് നമ്മൾ യൂഷ്വലി മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്യുന്നത്. അതിന്റെ എബവ് ഉള്ളതെല്ലാം നമ്മൾ മെഗർ വെച്ചിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അഡ്വാൻസ്ഡ് മെഗോമീറ്ററിൽ തേർഡ് ടെർമിനൽ എന്താണ്? സാധാരണ ഒരു മെഗോമീറ്ററിൽ എത്ര ടെർമിനൽസ് ഉണ്ടാകും? 2 ടെർമിനൽസുകളാണ് ഉള്ളത് കേട്ടോ. നോർമൽ മെഗോമീറ്ററിൽ നമുക്ക് 2 ടെർമിനൽസ് ആണ് ഉള്ളത്. പക്ഷെ പുതിയ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൈപ്പിൽ 3 എണ്ണം വരുന്നുണ്ട്. ആ 3 എണ്ണം വരുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 ടെർമിനൽസ് ഷോർട്ട് ചെയ്തിട്ട് ആക്യുറേറ്റ് ആയിട്ട് റീഡിംഗ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ തേർഡ് ടെർമിനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഓർത്തിരുന്നോണം, അഡ്വാൻസ്ഡ് മെഗോമീറ്ററിൽ നോർമലി 2 കണക്ഷൻസ് അല്ലെങ്കിൽ ടെർമിനൽസിന് പകരം 3 ടെർമിനൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ 3ാമത്തെ ടെർമിനലും സെക്കൻഡ് ടെർമിനലും കൂടെ ഷോർട്ട് ചെയ്തിട്ട് ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിംഗ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഡ്വാൻസ്ഡ് ടൈപ്പിൽ തേർഡ് ടെർമിനൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ആൻസർ ഇസ് ഡി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ ഷണ്ട് റെസിസ്റ്റൻസ് മെറ്റീരിയൽ? ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഷണ്ട് റെസിസ്റ്റൻസ് മെറ്റീരിയൽ ആയിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഏത് ടൈപ്പ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് കോപ്പർ, യുറേക്ക, നിക്രോം, മാംഗാനിൻ. ഇതിനകത്ത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെ, അതിന്റെ റീസൺ ഒന്ന് പറയാമോ? കോപ്പറോ നിക്രോമോ ആയിരുന്നെങ്കിൽ അത് വയർ ആയിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഈ മാംഗനിൻ വരുമ്പോഴത്തേക്കും അത് പ്ലേറ്റ്സ് ആയിട്ടാണ് വരുന്നത്. ആ പ്ലേറ്റ്സിനെ നമ്മൾ ഇവിടെ ബോൾട്ട് ചെയ്ത് ഒരു ഷണ്ട് പീസുമായിട്ട് ബോൾട്ട് ചെയ്താണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് മാംഗനിൻ അല്ലെങ്കിൽ മാംഗനിൻ ആണെന്ന് പറയാൻ കാരണം. ഓക്കെ, അപ്പൊ ഇവിടെ ഓർത്തോണം, ബോൾട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്ലേറ്റ്സ് ആയിരിക്കും. ആ പ്ലേറ്റ്സ് എപ്പോഴും മാംഗനിൻ പ്ലേറ്റ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. Okay, next one. What is the reason for the moving coil meter having uniform scale? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് എന്തുകൊണ്ടാണെന്നുള്ളത്. ഓൾറെഡി പറഞ്ഞാണ് എന്തുകൊണ്ടാണ്. Deflecting torque is directly proportional to current. കറണ്ട്. സോ അതിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which error if the energy meter disk rotating continuously on no load? ഇതിലെ ക്വസ്റ്റ്യൻ അത്ര നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവത്തില്ല. ക്രീപ്പിംഗ് എറർ ആണ്. കുറച്ച് ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട്. എന്നാലും ക്വസ്റ്റ്യൻ ഇതാണ്, നോ ലോഡിലും ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്രീപ്പിംഗ് എറർ ആണ്. ക്രീപ്പിംഗ് എറർ എന്തുകൊണ്ടാണ് വരുന്നത്? Over compensation for pressure coil. Over compensation of Friction for friction. യെസ്, ഓവർ കോമ്പൻസേഷൻ ഓഫ് ഫ്രിക്ഷൻ കാരണമാണ് ക്രീപ്പിംഗ് എറർ വരുന്നത്. മിക്ക ക്വസ്റ്റ്യൻസിലും നോക്കിക്കഴിഞ്ഞാൽ ഈ ക്രീപ്പിംഗിന്റെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കാണും. അതേപോലെ തന്നെ ക്രീപ്പിംഗ് അവോയ്ഡ് ചെയ്യാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത്? Diametrically opposite ആയിട്ട് 2 holes ഇടണം. ഓക്കെ, ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ഹോൾസ് ഇടണം. അപ്പോഴത്തേക്കും നമുക്ക് ഈ ക്രീപ്പിംഗ് എറർ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഇസ് ആൻസർ ഡി. Next question. What is the effect on CT if its secondary is kept open? Secondary open ആക്കി കഴിഞ്ഞാൽ CT കറന്റ് ട്രാൻസ്ഫോമറിലെ എന്ത് എഫക്റ്റ് ആണ് ഉണ്ടാകുന്നത്? CT സെക്കൻഡറി വൈൻഡിങ്സ് ആണ് ബേൺ ഔട്ട് ആകുന്നത്. 2 ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. CT പ്രൈമറി ബേൺസ് ഔട്ട് ഉണ്ട്, CT സെക്കൻഡറി വൈൻഡിങ് ബേൺസ് ഔട്ട് ഉണ്ട്. കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്തായിരിക്കും? സെക്കൻഡറി ആണ് ബേൺ ഔട്ട് ആകുന്നത്, അറിയല്ല കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്തോണം. പെട്ടെന്ന് ബേൺ ഔട്ട് കാണുമ്പോൾ നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് മാത്രം അത് ടിക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് വേരിയബിൾ റെസിസ്റ്റർ കണക്റ്റഡ് അക്രോസ് ഷണ്ട് ടൈപ്പ് ഓമീറ്റർ? ഷണ്ട് ടൈപ്പ് ഓമീറ്ററിന്റെ കൂടെ വേരിയബിൾ റെസിസ്റ്റർ കണക്ട് ചെയ്യുന്നതിന്റെ കാരണം എന്താണ്? Adjust the pointer to zero adjustment. അതെ, കറക്റ്റ് ആണ്. അതായത് സീറോ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടാണ്. നമുക്ക് പ്രോപ്പർ ആയിട്ട് സീറോ ഡയലിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ റീഡിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേരിയബിൾ റെസിസ്റ്റർ കണക്ട് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ടു മേക്ക് കൺട്രോൾ സ്പ്രിംഗ് ഇൻ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്?
സ്പ്രിംഗ് Phosphor കൺട്രോൾ bronze. ഫോസ്ഫർ ബ്രോൺസ് ആണ് യൂസ് ചെയ്യുന്നത്. ഫോസ്ഫർ ബ്രോൺസ് യൂസ് ചെയ്യുന്നതിന്റെ കാരണം എന്തായിരിക്കും? സ്പ്രിംഗ് കൺട്രോളിൽ നമ്മൾ സ്പ്രിംഗ് വൺസ് അത് കൺട്രോളിങ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് സെയിം പൊസിഷനിലോട്ട് തന്നെ അത് തിരിച്ചു വരികയും ചെയ്യണം. അതേപോലെ തന്നെ ഈ ടെമ്പറേച്ചർ എഫക്റ്റ് ഒക്കെ കുറയ്ക്കണം എന്നുണ്ടെങ്കിലും നമുക്ക് ഫോസ്ഫർ ബ്രോൺസ് യൂസ് ചെയ്താൽ മാത്രമേ അതിന് സാധിക്കത്തുള്ളൂ. സോ ഫോസ്ഫർ ബ്രോൺസ് ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, which electrical effect that the single phase energy meter works? എനർജി മീറ്റർ, സിംഗിൾ ഫേസ് എനർജി മീറ്റർ വർക്ക് ചെയ്യുന്ന ഏത് ഇലക്ട്രിക്കൽ എഫക്റ്റിലാണ്? Induction effect. ഇൻഡക്ഷൻ എഫക്ട്. ഇൻഡക്ഷൻ എഫക്റ്റിന്റെ വേറെ പേരെന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് എഫക്റ്റ് എന്നും വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇൻഡക്ഷൻ എഫക്റ്റ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് എഫക്റ്റ് എന്ന് പറയാം. രണ്ട് പേരും കറക്റ്റ് ആണ്. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇലക്ട്രോ മാഗ്നറ്റിക് എഫക്റ്റ് എന്നും പറഞ്ഞപ്പോ അത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഡക്ഷൻ എഫക്റ്റ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് എഫക്റ്റ് എന്ന് പറഞ്ഞാലും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ഓക്കെ, സോ ഇൻഡക്ഷൻ എഫക്റ്റ് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ഓൾറെഡി നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞാണ്. വിച്ച് ഇസ് ദ പൊസിഷൻ ടു യൂസ് ദ ഇൻസ്ട്രുമെന്റ് പ്രൊവൈഡഡ് വിത്ത് സ്പ്രിംഗ് കൺട്രോൾ? Any position. അത് ഓർത്തിരിക്കാം. സ്പ്രിംഗ് കൺട്രോൾ ആണെങ്കിൽ എനി പൊസിഷൻ, ഗ്രാവിറ്റി കൺട്രോൾ ആണെങ്കിൽ വെർട്ടിക്കൽ പൊസിഷൻ. Now, what is the name of meter? ഇത് അത്ര ക്ലിയർ അല്ല, നിമിയുടെ ഒരു ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്ന് എടുത്തതാണ്. അപ്പം ഇത് എന്ത് ടൈപ്പ് ഓഫ് മീറ്റർ ആണ്? ഇങ്ങനത്തെ പിക്ചർ എന്നിട്ട് എന്ത് ടൈപ്പ് ഓഫ് മീറ്റർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് അതിനകത്ത് AC-യുടെ സിമ്പിൾ ഉണ്ടോ, DC-യുടെ സിമ്പിൾ ഉണ്ടോ, അല്ലെങ്കിൽ ഇത് രണ്ടിന്റെയും കൂടെ സിമ്പിൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ ഒരു വര പോലെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം വരയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാതെ എന്തായിരിക്കും? DC ആയിരിക്കും അല്ലെ. ഇനി സൈനസോഡൽ വേവ് ഫോം ആണെങ്കിൽ അത് AC ആയിരിക്കും. ബോത്ത് സൈനസോഡിലും DC ആണെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? DC-യിലും AC-യിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ DC മൾട്ടി റേഞ്ച് വോൾട്ട്മീറ്റർ ആണ്. ഇത് മാത്രം ഒന്ന് ഓർത്തിരിക്കുക. നമ്മൾ അവിടെ എന്ത് സിഗ്നൽ ആണ് തന്നിരിക്കുന്നത്, അതായത് സൈനസോഡൽ സിഗ്നൽ ഉണ്ടോ അല്ലെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് റെപ്രസെന്റ് ചെയ്യുന്ന ലൈൻ ആണോ, അത് ബോത്ത് സൈനസോഡിലും സ്റ്റഡി സ്റ്റേറ്റും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും AC ആണോ DC ആണോ, അല്ലെങ്കിൽ AC ആൻഡ് DC ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും. സോ ദ ആൻസർ ഇസ് DC മൾട്ടി റേഞ്ച് വോൾട്ട്മീറ്റർ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. ഇത് ക്ലിയർ അല്ല, പക്ഷെ ഞാൻ ഇത് ജസ്റ്റ് നിമിയുടെ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്ന് ആയതുകൊണ്ട് ഞാൻ എടുത്തിട്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്? Energy meter. എനർജി മീറ്റർ. എന്തുകൊണ്ടാണ് ഇന്റഗ്രേറ്റിംഗ് എന്ന് പറയാൻ കാര്യം? അതായത് റെക്കോർഡിംഗ് ചെയ്ത് പോകുന്നുണ്ട്, അല്ലെങ്കിൽ അത് എത്ര എനർജി അല്ലെങ്കിൽ എത്ര യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്നുണ്ടെന്നുള്ളത് റെക്കോർഡിംഗ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് നമ്മൾ അതിനെ ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം എനർജി മീറ്റർ ആണ് ഒരു റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. സോ ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് എനർജി മീറ്റർ ആണ്. Okay, next question. How the creeping error is controlled in energy meter? നമുക്കറിയാം drilling 2 holes diametrically opposite on the disk. അങ്ങനെ ചെയ്താൽ നമുക്ക് creeping error അവോയ്ഡ് ചെയ്യാൻ പറ്റും. Okay, next question. Okay, ഇത് ഓൾറെഡി പറഞ്ഞു. Why the scale of the moving iron instrument is having non-uniform scale അല്ലെങ്കിൽ ununiform scale? നോൺ ലീനിയർ സ്കെയിൽ വരാനുള്ള കാരണം എന്താണ്? മൂവിങ് അയണില് എന്തായിരിക്കും? Deflecting force is directly proportional to current. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് കറണ്ട് ആയതുകൊണ്ടാണ് നമുക്ക് നോൺ ലീനിയർ സ്കെയില് സ്ക്വയർ ഓഫ് ദ കറണ്ട് ആണ്. ആൻസർ എന്ന് പറയുന്നത് C ആണ്. ഓക്കെ, which source of measuring error is caused by the effect of magnetic field? Influence error. Influence error. Correct answer ആണ്. Influence error എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സൈഡ് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ നിന്നുള്ള എററുകൾ കാരണം അല്ലെങ്കിൽ ഔട്ട്സൈഡ് എൻവയോൺമെന്റുമായിട്ടുള്ള ഇന്ററാക്ഷൻ കാരണം
ഉണ്ടാകാവുന്ന എറേഴ്സ് ആണ് ഇൻഫ്ലുവൻസ് എറർ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമിഡിറ്റി ബേസ് ചെയ്തിട്ടുണ്ടാവും, ടെമ്പറേച്ചർ, വൈബ്രേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്, ഇങ്ങനെയുള്ള ഡിസ്റ്റർബൻസസ് കാരണം ഉണ്ടാകുന്ന എറേഴ്സിനെയാണ് നമ്മൾ ഇൻഫ്ലുവൻസ് എറർ എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ എൻവയോൺമെന്റിനെ കാരണം നമ്മുടെ ഡിവൈസിൽ ഉണ്ടാകുന്ന എറർ, ദാറ്റ് ഇസ് ഇൻഫ്ലുവൻസ് എറർ എന്ന് പറയുന്നത്. ആൻസർ ഇസ് സി, ഇൻഫ്ലുവൻസ് എറർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ടൈപ്പ് ഓഫ് വാട്ട് മീറ്റർ, ഇത് ഏത് ടൈപ്പ് ഓഫ് വാട്ട് മീറ്റർ ആണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്? ഏതായിരിക്കും? 3 element 4 wire ഉണ്ട്, 3 element 3 phase ഉണ്ട്, 2 element 3 phase ഉണ്ട്, 3 phase 2 element with CT and PT. CT and PT ഉണ്ടോ ഇവിടെ? CT and PT ഫിഗറിൽ നമുക്ക് വിസിബിൾ അല്ല. ഓക്കെ, പിന്നെ എന്ത് കാണാൻ പറ്റുന്നുണ്ട്? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സപ്ലൈ എന്ന് പറയുന്നത് 3 phase ആണ്, ലോഡ് 3 phase ആണ്. അപ്പൊ എന്തായിരിക്കും? ഏതാണ്? 2 element ആണോ? അതെ, 2 element ആണ്. 2 element ആണ്, 3 phase ആണ്. ഈ എയും ഡിയും നമുക്ക് ഓപ്റ്റ് ഔട്ട് ചെയ്ത് കളയാം. കാര്യം 3 element ഇവിടെ ഇല്ല, 4 വയറും ഇല്ല, 3 phase ആണ്, 3 phase സപ്ലൈ മാത്രമേ ഉള്ളൂ. പിന്നെ വരുന്ന കൺഫ്യൂഷൻ 2 element ആണോ 3 element ആണോ എന്ന്. ഇവിടെ 2 element ആണെന്ന് പറയാൻ കാരണം എന്താ? ഇവിടെ 2 മാഗ്നറ്റ്, ഇലക്ട്രോ മാഗ്നറ്റ്സ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ 2 element എന്ന് പറയാൻ പറ്റുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഡി, 2 element 3 phase വാട്ട് മീറ്റർ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ടൈപ്പ് ഡാമ്പിംഗ് ഈസ് യൂസ്ഡ് ഇൻ മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ്സ്? മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ്സിൽ ഏത് ടൈപ്പ് ഓഫ് ഡാമ്പിംഗ് ആണ് യൂസ് ചെയ്യുന്നത്? എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ്. എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണ്. എന്തുകൊണ്ടാണ് മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റിൽ എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡാമ്പിംഗ് ഉണ്ട്? നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡാമ്പിംഗ് അറിയാം? എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ഉണ്ട്, ഡാമ്പിംഗ്, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ അല്ലെ? ഈ എഡി കറന്റ് ഡാമ്പിംഗ് ഏതിനകത്തായിരിക്കും മെയിൻലി വരുന്നത്? മാഗ്നറ്റിക് പ്യുവർ ഇൻസ്ട്രുമെന്റ്സ്, എം സി ഇൻസ്ട്രുമെന്റിൽ എന്താ? PMMC ഉണ്ട് അല്ലെ, പെർമനന്റ് മാഗ്നറ്റിക് അല്ലെങ്കിൽ PMMC ഇൻസ്ട്രുമെന്റിലാണ് എഡി കറന്റ് ഡാമ്പിംഗ് യൂസ് ചെയ്യുന്നത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു മാഗ്നറ്റ് ഉള്ളതുകൊണ്ട് അതിന്റെ എഫക്റ്റ് കാരണമാണ് എഡി കറന്റ് ഡാമ്പിംഗ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. അതേസമയം മൂവിംഗ് അയണിൽ ഇലക്ട്രോ മാഗ്നറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോ മാഗ്നറ്റ് യൂസ് ചെയ്യുന്നതാണ് ഏതാ? വീക്ക് മാഗ്നറ്റിക് ഫീൽഡ് ആയതുകൊണ്ടാണ്. അതെ, ഇലക്ട്രോ മാഗ്നറ്റിക് ആകുമ്പോൾ വീക്ക് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും അവിടെ വരുന്നത്. അതുകൊണ്ട് ഒരിക്കലും മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റിൽ എഡി കറന്റ് ഡാമ്പിംഗ് ഉപയോഗിക്കില്ല, എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണ് ഉപയോഗിക്കുന്നത്. അതൊന്ന് അറിഞ്ഞിരുന്നോണം. പെർമനന്റ് മാഗ്നറ്റ്സ് ആകുമ്പോഴത്തേക്കും ഹൈ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ്സ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സിലായിരിക്കും നമ്മൾ എഡി കറന്റ് ഡാമ്പിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതൊന്ന് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which type of energy meter works with the neutral connection? ന്യൂട്രൽ കണക്ഷനോട് കൂടി വർക്ക് ചെയ്യുന്ന എനർജി മീറ്റർ ഏതാണ്? ഓപ്ഷൻസ് നോക്കിക്കേ. 3 phase 2 element, 3 phase 3 element, single phase 3 phase 2 element with CT and BT. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സിംഗിൾ ഫേസ് ആണ്. എന്തുകൊണ്ടാണ്? സിംഗിൾ ഫേസ് ആകുമ്പോൾ അവിടെ എന്തുണ്ടാവും? ഉറപ്പായിട്ടും ന്യൂട്രൽ കണക്ഷൻ ഉണ്ടാവും. 3 phase അപ്പൊ ന്യൂട്രൽ ഉണ്ടോ? ഇല്ല. 3 phase 4 wire ആണെങ്കിൽ മാത്രമേ അവിടെ ന്യൂട്രൽ കണക്ഷൻ വരത്തുള്ളൂ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സിംഗിൾ ഫേസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് ഫ്രീക്വൻസി മീറ്റർ? ഇതിൽ കാണിച്ചിരിക്കുന്ന, ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഫ്രീക്വൻസി മീറ്റർ എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ആണ്? മെക്കാനിക്കൽ റെസൊണൻസ് ടൈപ്പ് ആണ്. കറക്റ്റ് ആണ്. ഈ ബാക്കി തന്നിരിക്കുന്ന വെസ്റ്റേൺ ടൈപ്പ്, റേഷ്യോ മീറ്റർ ടൈപ്പ്, ഇലക്ട്രോഡൈനാമിക് ടൈപ്പ് എന്ന എല്ലാം എന്ത് തന്നെയാണ്? ഫ്രീക്വൻസി മീറ്റേഴ്സ് തന്നെയാണ്. പക്ഷെ ഇത് മെക്കാനിക്കൽ റെസൊണൻസ് ടൈപ്പ് ആണ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഇനി ഫ്രീക്വൻസി മീറ്റേഴ്സ് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? ഫ്രീക്വൻസി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പല പ്രിൻസിപ്പിൾസ് വെച്ചിട്ടായിരിക്കും ഈ 4 ഡിഫറെന്റ് പ്രിൻസിപ്പിൾസ് വെച്ച് വർക്ക് ചെയ്യുന്നുള്ളതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ. ആ ക്വസ്റ്റ്യനിൽ അതെങ്ങനെയാണ് പറയാൻ കാരണം, ആൻസർ പറയാൻ കാരണം മനസ്സിലായില്ല. മെക്കാനിക്കൽ റെസൊണൻസ് ടൈപ്പ് ആണോ? അതെ.
ഈ മെക്കാനിക്കൽ റെസൊണൻസ് ടൈപ്പിലാണ് നമുക്ക് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ എന്താ പറയാ ഈ ഒരു അതിന്റെ സ്ട്രക്ചർ ഇങ്ങനെ വരുന്നത്. വെസ്റ്റേൺ ടൈപ്പിലെല്ലാം നമുക്ക് ഫിഗർ ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ബേസ് ചെയ്തിട്ടുള്ള ഇത് മെക്കാനിക്കൽ പോർഷൻ അല്ലെങ്കിൽ മെക്കാനിക്കൽ റെസൊണൻസ് ഉണ്ടാക്കി അത് വെച്ചിട്ടുള്ള ഫ്രീക്വൻസി മെഷർമെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു സ്ട്രക്ചർ വരുന്നത്. ബാക്കിയെല്ലാം ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് ബേസ് ചെയ്തിട്ടുള്ള സ്ട്രക്ചർ ആണ് വരുന്നത്. അതുകൊണ്ടാണ് മെക്കാനിക്കൽ റെസൊണൻസ് ആണ് എടുത്തു പറയാൻ കാര്യം. ഓക്കെ, പിന്നെ മാം ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിള് നാച്ചുറൽ ഫ്രീക്വൻസി അല്ലേ? ഏതാണ്? ഈ മെക്കാനിക്കൽ റെസൊണൻസ് ടൈപ്പിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നാച്ചുറൽ ഫ്രീക്വൻസി ബേസ് ചെയ്തല്ലേ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? അതായത് നമ്മൾ ആ ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്ന കാര്യമല്ലേ ചോദിക്കുന്നത്? അതെ അതെ, അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ അല്ലേ? അതായത് നാച്ചുറൽ ഫ്രീക്വൻസി, അതായത് ഈ മെക്കാനിക്കൽ റെസൊണൻസ് ഉണ്ടാകുമല്ലോ, ഈ മെക്കാനിക്കൽ സിസ്റ്റം വൈബ്രേറ്റ് ചെയ്യും. ആ വൈബ്രേഷൻ എന്ന് പറയുന്നത് നാച്ചുറൽ ഫ്രീക്വൻസി വൈബ്രേഷനുമായിട്ട് എന്ത് ചെയ്യണം? മാച്ച് ചെയ്യണം. അങ്ങനെ മാച്ച് ചെയ്യുന്ന ഇൻസ്റ്റൻസിലാണ് അല്ലെങ്കിൽ അങ്ങനെ മാച്ച് ചെയ്തിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നത്. ഇതിന്റെ 4 പ്രിൻസിപ്പിള് അതിന്റെ ഈ ഫ്രീക്വൻസി മീറ്റർ സിലബസിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഇത് നോട്ടൊന്നും കണ്ടില്ലായിരുന്നു. നോട്ടില്ലായിരുന്നോ നിങ്ങൾക്ക്? ഇല്ല, ഇത് കിട്ടിയിട്ടില്ല. ഫ്രീക്വൻസി മീറ്റർ, ടിഒഡി മീറ്റർ, പവർ ഫാക്ടർ മീറ്റർ നോട്ട്സ് കിട്ടിയില്ലായിരുന്നു. ഓക്കെ, വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം, കുഴപ്പമില്ല. 3 മീറ്റർ നോട്ട്സ് ആണ്. പവർ ഫാക്ടർ മീറ്റർ, പിന്നെ ഏതാ വേണ്ടത്? ഫ്രീക്വൻസി മീറ്റർ അല്ലേ? ടിഒഡി മീറ്റർ. ഓക്കെ, അത് ഞാൻ അയച്ചു തരാം, നോട്ടായിട്ട് അയച്ചു തരാവേ. റിട്ടേൺ നോട്ട്സ് ഉണ്ട്, റിട്ടേൺ നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് PDF ആക്കി അയച്ചു തന്നാൽ മതിയല്ലോ. ഓക്കെ, അയച്ചു തരാം. ഞാൻ മിസ്സിന് കൊടുത്തേക്കാം, ആൻസിന മിസ്സിന് കൊടുത്തേക്കാം കേട്ടോ. ശരി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് സെൻസിറ്റിവിറ്റി ഇൻ ഇൻസ്ട്രുമെന്റ്സ്? സെൻസിറ്റിവിറ്റി എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യണത്? പറഞ്ഞു. ഓം പെർ വോൾട്ട് ആണ് കറക്റ്റ് ആൻസർ. ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. ഇനി എന്താണ് സെൻസിറ്റിവിറ്റി എന്നൊന്ന് പറഞ്ഞേ. സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ? ഔട്ട്പുട്ട് ബൈ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ സ്മോളസ്റ്റ് ചേഞ്ച് ഇൻ ഇൻപുട്ട് ദാറ്റ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ആസ് ഔട്ട്പുട്ട്. അതായത് ഒരു ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുമ്പോൾ, ഒരു ചെറിയ വേരിയേഷൻ ഓഫ് ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുമ്പോൾ എപ്പോഴാണോ നമ്മുടെ ഡിവൈസ് റെസ്പോണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എപ്പോഴാണോ നമ്മുടെ ഡിവൈസ് നമുക്കൊരു ഔട്ട്പുട്ട് തരുന്നത്, അതിനെയാണ് നമ്മൾ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് അല്ലെ. അതിന്റെ ഇക്വേഷൻ എന്താണ്? സെൻസിറ്റിവിറ്റിയുടെ ഇക്വേഷൻ അറിയാമോ? 1/, ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറണ്ട് ആണ്. ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറണ്ട്, അങ്ങനെയാണ് നമുക്ക് ഈ വാല്യൂ വരുന്നത്. 1/, ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറണ്ട്. ഓം ബൈ വോൾട്ട് എന്ന് പറയുന്നത്. ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറണ്ട് എന്ന് പറയുന്നത് I = V/R അല്ലേ. അപ്പം 1/V/R വരുമ്പോഴത്തേക്കും വിൽ ഗെറ്റ് R/V. അങ്ങനെയാണ് ഓം പെർ വോൾട്ട് വന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Why 2 straight holes are provided in the aluminum disc in energy meter? ഒരു ക്രീപ്പിംഗ് എറർ വേറൊരു രീതിയിൽ ചോദിച്ചെന്ന് മാത്രം. ക്രീപ്പിംഗ് എറർ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രിൽ ചെയ്യുന്ന ഹോൾസുകളാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഇൻസ്ട്രുമെന്റ്? അഗെയിൻ ഇത് നിമിയുടെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ഇൻസ്ട്രുമെന്റ്? അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്. ഓക്കെ, എന്തിനാണ് അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുന്നത്? 2 ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് അല്ലെ. ഏതൊക്കെയാണ്? അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്, സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്. അതെ, അപ്പൊ അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ് എന്തിനാ യൂസ് ചെയ്യുന്നത്? സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സിന്റെ കാലിബ്രേഷന് വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആ ഒരു ഇൻസ്ട്രുമെന്റിന്റെ ഫിസിക്കൽ കൺസ്ട്രെയിൻസിന്ന് തന്നെ ഡയറക്ട്ലി നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അതിന്റെ ഒരു എക്സാമ്പിൾ പറയാവോ? ടാൻജന്റ് ഗാൽവനോമീറ്റർ, അതെല്ലാം അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ് ആണ്. സെക്കൻഡറി ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നതാണ് നമ്മൾ ഈ അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ് യൂസ്
നമ്മൾ അതിനെ കാലിബ്രേറ്റ് ചെയ്തിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. വോൾട്ട് മീറ്റർ, അമ്മീറ്റർ ഇതെല്ലാം സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ആബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ് ആണ്. ഇനി വൈ ഡാമ്പിംഗ് ഫോഴ്സ് ഇസ് റിക്വയർഡ് ഇൻ മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ്? എന്തിനാണ് ഡാമ്പിംഗ് Arrest ഫോഴ്സ് the നമ്മൾ? needle without oscillations. അതെ, arrest the needle without oscillation. അതായത് കൺട്രോളിംഗ് ടോർക്കും ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഈക്വൽ ആകുമ്പോൾ നമുക്ക് നമ്മുടെ പോയിന്റർ നേരെ നിന്നാലും ചെറിയൊരു ഓസിലേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. ആ ഓസിലേഷൻസിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാമ്പിംഗ് ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നത്. Now, what is the function of soft iron core in moving coil instrument? സോഫ്റ്റ് അയൺ കോർ എന്തിനാണ് മൂവിംഗ് ഇൻസ്ട്രുമെന്റിൽ യൂസ് ചെയ്യുന്നത്? എയർ ഗ്യാപ്പിൽ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ, ഫ്ലക്സിന് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോഫ്റ്റ് അയൺ കോർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് പാരാമീറ്റർ ഇസ് ദ കോസ് ഫോർ ലോഡിംഗ് എഫക്ട് ഓൺ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്? ഇതിൽ ഏത് പാരാമീറ്റർ കാരണമാണ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റിൽ ലോഡിംഗ് എഫക്റ്റ് വരുന്നത്? ലോഡിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കൂടുതലായിട്ട് ഒരു ലോഡ് അവിടെ ഉണ്ടെന്നുള്ള ഒരു തോന്നൽ ആ ഇൻസ്ട്രുമെന്റിന് വരുന്നു. അത് എന്ത് കാരണം കൊണ്ടായിരിക്കും വരുന്നത്? ലോ സെൻസിറ്റിവിറ്റി ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഈ ലോ സെൻസിറ്റിവിറ്റി വരുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു ലോഡ് ഉണ്ടെന്ന് തോന്നാൻ കാര്യം, ലോ സെൻസിറ്റിവിറ്റി വരുമ്പോഴത്തേക്കും ഒരു റെസിസ്റ്റൻസിന്റെ വാല്യൂ അവിടെ കൂടി വരും. നമുക്കറിയാം സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് R/V എന്ന് നമുക്കറിയാം. അപ്പൊ ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ ഹൈ ആകുന്നതുകൊണ്ടാണ് ലോഡിംഗ് എഫക്റ്റ് കൂടുന്നത്. ഇനി എങ്ങനെ അത് ഹൈ ആകണേന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ മെഷറിംഗ് ഇൻസ്ട്രുമെന്റിന്റെ റെസിസ്റ്റൻസും നമ്മുടെ സർക്യൂട്ടിന്റെ, അതായത് ഇൻസ്ട്രുമെന്റിന്റെ റെസിസ്റ്റൻസും അതേപോലെ എന്തിന്റെ ആണോ, ഏത് ലോഡിന്റെ ആണോ നമ്മൾ മെഷർ ചെയ്യുന്നത് അതിന്റെ റെസിസ്റ്റൻസും പാരലൽ ആയിട്ട് വരുമ്പോഴത്തേക്കും ഓവറോൾ റെസിസ്റ്റൻസ് കൂടുന്നത് കൊണ്ടാണ് അവിടെ ലോ സെൻസിറ്റിവിറ്റി വരുന്നത്. ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ലോ സെൻസിറ്റിവിറ്റി എന്ന് പറയുമ്പം ഹൈ റെസിസ്റ്റൻസ് ആണ്. ഹൈ റെസിസ്റ്റൻസ് വരുന്നതുകൊണ്ടാണ് ലോഡിംഗ് എഫക്റ്റ് കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, ആൻസർ ഈസ് സി. അടുത്ത ക്വസ്റ്റ്യൻ. നെയിം ദ ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ്. ഇതിൽ കാണിച്ചിരിക്കുന്നത് എന്ത് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണെന്ന് നോക്കിയിട്ട് പറയാമോ? Attraction type ആണോ? അതെ, അത് അട്രാക്ഷൻ ടൈപ്പ് മൂവിങ് അയൺ ആണ്. അതിൽ ആ പോയിന്റിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ഉണ്ട്. അപ്പം അതിനകത്ത് നിന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അത് എന്ത് ഇൻസ്ട്രുമെന്റ് ആയിരിക്കും. മൂവിങ് അയൺ ഇൻസ്ട്രുമെന്റ് ആയിരിക്കും. മൂവിങ് കോയിൽ ആവത്തില്ല. പിന്നെ സംശയം വരുന്നത് അട്രാക്ഷൻ ടൈപ്പ് ആണോ റിപ്പൾഷൻ ടൈപ്പ് ആണോ? റിപ്പൾഷൻ ടൈപ്പ് ആണെങ്കിൽ അത് എങ്ങനെയായിരിക്കുന്നത്? റിപ്പൾഷൻ ടൈപ്പിന്റെ ഫിഗർ ഓർമ്മയുണ്ടോ എങ്ങനെയാ വരുന്നതെന്ന്? റിപ്പൾഷൻ ടൈപ്പിന്റെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇതേപോലത്തെ ഒരു ഷേപ്പില് ആണ് വരുന്നത്. സോ അത് പിന്നെ നമുക്ക് അതിനകത്ത് ഫിക്സഡ് കോയിൽസ് ഉണ്ടാകും, പിന്നെ ഒരു മൂവിങ് കോയിലൊക്കെ ഉണ്ടാകും. സോ ഇതെന്ന് പറയുന്നത് അട്രാക്ഷൻ ടൈപ്പ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിമിയുടെ ക്വസ്റ്റ്യൻസുകളാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഫിഗർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, ഫിഗർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവോ? ഇതിനു മുമ്പുള്ള PSC എക്സാമിനൊന്നും അങ്ങനെ PSCക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ ചില കേസുകളിൽ 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാമെന്നുള്ളതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒത്തിരി അങ്ങനെ വരണമെന്ന് നിർബന്ധമില്ല. ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ ഒക്കെ എന്ന് പറയുന്നത് ബേസിക്കലി അവര് ആ നിമിയുടെ ടെക്സ്റ്റ് ബുക്ക് ആണല്ലോ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് ഇൻക്ലൂഡ് ചെയ്തത്. ഓക്കെ, which meter is used to measure revolutions per minute of a motor? RPM correct ആണ്, ടാക്കോമീറ്റർ. അടുത്തത്, how to identify the moving iron type instrument? Moving iron type instrument എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? നോ ടെർമിനൽ മാർക്കിംഗ്. കറക്റ്റ് ആണ്. മൂവിങ് കോയിൽ ആണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും? അവിടെ ടെർമിനൽസ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. മൂവിങ് അയണിന്റെ കേസിൽ നമുക്ക് ടെർമിനൽ മാർക്കിംഗ് ഉണ്ടാവത്തില്ല. ഓക്കെ,
വിച്ച് ഈസ് എൻ ആബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്? ഇതിൽ തന്നിരിക്കുന്നതിൽ ഏതാണ് ആബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ടാൻജന്റ് ഗാൽവനോമീറ്റർ. ഇനി വിച്ച് ഫോഴ്സ് പ്രൊഡ്യൂസസ് മൂവ്മെന്റ് ഓഫ് പോയിന്റ് ഇൻ ആൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്? ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ്. ഏതാണ്? ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ്. ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ് ആണ്. രണ്ട് രീതിയിൽ നേരത്തെ നമ്മൾ ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. അത് ഇതിന്റെ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനില് പറഞ്ഞില്ലേ ടെർമിനൽ മാർക്കിങ്ങിനെ പറ്റിയിട്ട്. അതില് പിന്നെ ഇലക്ട്രോ ഡൈനാമോമീറ്റർ ടൈപ്പിലെ ടെർമിനൽ മാർക്കിംഗ് എങ്ങനെയാണ്? എല്ലാ മീറ്ററിന്റെ ടെർമിനൽ മാർക്കിംഗ് ബേസ് ചെയ്തിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ പവർ ഫാക്ടർ മീറ്ററിൽ എത്ര ടെർമിനൽ ഉണ്ട്, അല്ലെങ്കിൽ ഫ്രീക്വൻസി മീറ്ററിൽ എത്ര ടെർമിനൽ ഉണ്ട്, അത് ഒരു എന്തെങ്കിലും ഉണ്ടോ? ഒരു ടേബിൾ പോലെ എന്തെങ്കിലും? എങ്ങനെ എത്ര മാർക്കിംഗ് ഉണ്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്ത്? ഞാനിപ്പോ മൂവിങ് അയൺ ആണെങ്കിൽ നമുക്ക് മാർക്കിംഗ് ഇല്ല, മൂവിങ് കോയിലാണ് പ്ലസ് മൈനസ് ആണ്. പിന്നെ അതുപോലെ ഫ്രീക്വൻസി മീറ്റർ, പവർ ഫാക്ടർ മീറ്ററിന് എത്ര ടെർമിനലുകൾ ഉണ്ട്, എനർജി മീറ്ററിന് എത്ര ടെർമിനലുകൾ ഉണ്ട്? അതെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പം ഓരോ ഇൻസ്ട്രുമെന്റ്സിന്റെ കേസിലും അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അനുസരിച്ച് വേരിയേഷൻ വരുന്നത്. അത് വേണമെങ്കിൽ അങ്ങനെ ഒരു ടേബിൾ ആക്കി വേണമെങ്കിൽ തരാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഫോഴ്സ് പ്രൊഡ്യൂസസ് മൂവ്മെന്റ് ഓഫ് പോയിന്റർ ഇൻ? അത് നമ്മൾ പറഞ്ഞ പോലെ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ആണ്. അതപ്പോ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കാം. സീറോ പൊസിഷനിൽ നിന്ന് മൂവ് ചെയ്യുന്നത് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് തന്നെയാണ്. ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ് ആണ്. ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്? ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞു. രജിസ്റ്റർ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് പൊസിഷൻ ആൻ ഇൻസ്ട്രുമെന്റ് യൂസിങ് ഗ്രാവിറ്റി കൺട്രോൾ റീഡ്സ്? ഇത് റിപ്പീറ്റ് ചെയ്ത് വന്നതാണ് കേട്ടോ, സോറി. നെക്സ്റ്റിലോട്ട് സ്കിപ്പ് ചെയ്ത് തരാം. ഇനി വിച്ച് ക്വാണ്ടിറ്റി ഇസ് മെഷേർഡ് ബൈ എൻ ഇലക്ട്രോ ഡൈനാമോ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്? ഏത് ക്വാണ്ടിറ്റി ആയിരിക്കും? ഇലക്ട്രോ ഡൈനാമോ പവർ ആണ്. കറക്റ്റ് ആണ്. കറണ്ടും വോൾട്ടേജ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? MI യൂസ് ചെയ്യാം, MC യൂസ് ചെയ്യാം അല്ലെ, ഡിപ്പെൻഡിങ് ഓൺ DC ആണോ എന്ന് ബേസ് ചെയ്ത്. സോ ആൻസർ എന്ന് പറയുന്നത് ഇലക്ട്രോ ഡൈനാമോ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് പവർ മെഷർമെന്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒരു ഡൗട്ട് കൂടെ. പിന്നെ ഈ ടോട്ടൽ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ക്ലാസിഫൈഡ് ഇൻ ടു ഹൗ മെനി കാറ്റഗറീസ് എന്നുള്ള ഒരു ചോദ്യം കണ്ടിരുന്നു. ഈ ചോദ്യം ബന്ധപ്പെട്ടല്ല. അപ്പൊ അത് 2 ആണോ 3 ആണോ? അത് ശരിക്കും പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത്. നമ്മുടെ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ക്ലാസിഫൈഡ് ആസ് ഇൻടു ഹൗ മെനി കാറ്റഗറീസ് ആണ്. ഓപ്ഷൻ 3 ആണ് കണ്ടത്. പക്ഷെ നമുക്ക് അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സ് എന്നല്ല ബേസിക്കലി നമ്മുടെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. 3 എന്നാണ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. 3 എന്നാണ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് അല്ലേ? അത് പക്ഷെ അതെന്താണെന്നറിയോ, നമുക്ക് 2 എണ്ണം അത് ഓരോന്നിന്റെ ചിലപ്പോ ഇത് ആബ്സല്യൂട്ട് ആൻഡ് സെക്കൻഡറി ഉണ്ട്. പിന്നെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ 3 എന്ന് പറയാൻ കാര്യം മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റ്സ് എന്നും പറഞ്ഞൊരു ക്ലാസിഫിക്കേഷനും കൂടി ഉണ്ട്. അപ്പൊ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത് പല രീതിയിൽ ശരിക്കും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അനലോഗ് ആൻഡ് ഡിജിറ്റൽ ഉണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ ആക്ച്വലി വരുന്നുണ്ട് അവിടെ. അപ്പം 2 ആയിട്ടും 3 ആയിട്ടും ക്ലാസിഫിക്കേഷൻ അവിടെ വരുന്നുണ്ട്. അപ്പൊ ചിലപ്പം ഇട്ട ആളുടെ മനസ്ഥിതി അനുസരിച്ചാണ്. ആക്ച്വലി നമ്മൾ ബേസിക്കലി പറയുമ്പോൾ ആബ്സല്യൂട്ട് അല്ലെങ്കിൽ സെക്കൻഡറി എന്നാണ് പറയുന്നത്. പക്ഷെ ഇൻസ്ട്രുമെന്റിന്റെ ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് വരുന്നുണ്ട്. അങ്ങനെയായിരിക്കാം 3 എന്ന് പറഞ്ഞതിന്റെ കാരണം. അങ്ങനെയല്ല ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെ രീതിയിലാണ് അതിന്റെ ക്ലാസിഫിക്കേഷൻ? ഓക്കെ, ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടല്ലേ? മാനുഫാക്ചറിങ് സ്റ്റാൻഡേർഡ്സ്, ഫംഗ്ഷൻ, എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്, ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ക്ലാസിഫൈ ചെയ്ത്. അതാണെന്ന് തോന്നുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാൻ ഇൻസ്ട്രുമെന്റ്സിനെ കേട്ടുള്ളൂ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് അത് നോക്കിയിട്ട് പറയാം. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ പോലും ഈ ഇപ്പം പറഞ്ഞ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് അങ്ങനെയൊക്കെ പറഞ്ഞുള്ള ക്ലാസിഫിക്കേഷനകത്ത് അത് 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ അത് എന്ത് ബേസിസിലാണെന്ന് ചോദിച്ചിരിക്കണേന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. ഞാൻ വേണമെങ്കിൽ ഒന്ന് റെഫർ ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ളത് പറഞ്ഞുതരാം. എത്ര ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന്, ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ എത്ര ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്നുള്ളതല്ലേ. അത് ഞാൻ നോക്കിയിട്ടൊന്ന് പറഞ്ഞു തരാമേ. ഓക്കെ, ഞാൻ ആ ക്വസ്റ്റ്യൻ ഞാൻ എന്റെ സ്ക്രീൻഷോട്ട് അയക്കാം, മാമിന് അയച്ചു കൊടുക്കാം.
അയച്ചാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ ടു അച്ചീവ് മാക്സിമം ആക്യുറസി ഇൻ മെഷർമെന്റ് യൂസിങ് അനലോഗ് ഇൻസ്ട്രുമെന്റ്? ആക്യുറസി എങ്ങനെയാണ് നമുക്ക് കൂടുതൽ മാക്സിമം എത്തിക്കാൻ പറ്റുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻപുട്ടിൽ ഹൈ ഇമ്പിഡൻസ് ആക്കുക. എങ്ങനെ? ഇനി ആക്യുറസി എന്താന്ന് ചോദിച്ചാൽ എന്താ ആക്യുറസി എന്താണ്? ക്ലോസ്നെസ് ടു ദി ട്രൂ വാല്യൂ. നമ്മളെടുത്ത വാല്യൂ എത്ര അടുത്താണ് നമ്മുടെ ട്രൂ വാല്യൂ അല്ലെങ്കിൽ അക്സെപ്റ്റഡ് വാല്യൂവിനോട് എത്ര അടുത്താണോ വരുന്നത്, അതാണ് ആക്യുറസി. അതേപോലെ മാക്സിമം ആക്യുറസി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് ഇമ്പിഡൻസ് ഹൈ ആയിട്ട് കീപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ആക്യുറസി മാക്സിമം കിട്ടത്തുള്ളൂ. സോ ആൻസർ എന്ന് പറയുന്നത് ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. PMMC instrument, which type of damping is provided? ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു. PMC ഇൻസ്ട്രുമെന്റിൽ പെർമനന്റ് മാഗ്നറ്റ് എഡി കറന്റ് ഡാമ്പിംഗ് ആണ് പെർമനന്റ് മാഗ്നറ്റ് കോയിൽസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. 3 ക്ലാസിഫിക്കേഷൻസ് ഓർത്തിരിക്കുക. എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് MI ഇൻസ്ട്രുമെന്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. MC ഇൻസ്ട്രുമെന്റ്സിൽ എഡി കറന്റ് ഡാമ്പിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗും ഉണ്ട്. ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സിലാണ് നമ്മൾ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് യൂസ് ചെയ്യുന്നത്. ഇനി എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണോ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണോ ഹൈ? ഏതാണ് കൂടുതൽ? ഏതിനാണ് കൂടുതൽ ഡാമ്പിംഗ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്? അതില് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണ് കൂടുതൽ ഡാമ്പിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം ഫ്ലൂയിഡിന്റെ വിസ്കോസിറ്റി കൂടുതലായതുകൊണ്ടാണ് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് ഇസ് മോർ അല്ലെങ്കിൽ പ്രൊവൈഡ് മോർ ഡാമ്പിംഗ് ദാൻ എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ്. അതൊന്ന് അറിഞ്ഞിരുന്നത്. ഔട്ട് ഓഫ് 3 അല്ലേ മാഡം എഡി കറന്റ് കൂടെ കൺസിഡർ ചെയ്യാൻ 3 ഏറ്റവും കൂടുതൽ ഏതാണോ അതും ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ആണോ വരുന്നത്? അതും ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ആണ് വരുന്നത് കേട്ടോ. ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ആണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഡാമ്പിംഗ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ നമുക്ക് ഫ്ലൂയിഡ് യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഫ്ലൂയിഡ് നമുക്ക് എന്താ പറയുന്നത് ഹൊറിസോണ്ടൽ പൊസിഷനിൽ വെക്കുകയൊക്കെ ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ MI MC ഇൻസ്ട്രുമെന്റ്സിലൊന്നും അത് യൂസ് ചെയ്യാത്തത്. ഫ്ലൂയിഡ് ആണുണ്ടോ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലൂയിഡ്? ഏതാ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലൂയിഡ് ഇല്ല ഇൻസ്ട്രുമെന്റിൽ യൂസ് ചെയ്യുന്ന ഫ്ലൂയിഡ്? എന്താണ്? ഏത് ഫ്ലൂയിഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലൂയിഡ് ഫ്രിക്ഷന് വേണ്ടിയിട്ട്? അത് എനിക്ക് നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. അത് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻസ്ട്രുമെന്റ്സിലെ ടൈപ്പ് നോക്കിയിട്ടേ പറയാൻ പറ്റത്തുള്ളേ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ റെസിസ്റ്റർ? ഇത് എന്ത് ടൈപ്പ് ഓഫ് റെസിസ്റ്റർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയാൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇത് വയർ ബൗണ്ട് റെസിസ്റ്റർ ആണ്. ഇത് ഇതാണോ? അല്ല, ട്രിമ്മർ അല്ല, വയർ ബൗണ്ട് റെസിസ്റ്റർ ആണിത്. അത് വേരിയബിൾ ആണ്. ഏതാ? റിയോസ്റ്റാറ്റിലൊക്കെ ഉപയോഗിക്കുന്നില്ല വയർ ബൗണ്ടർ? വയർ ബൗണ്ട് റെസിസ്റ്റർ എന്ന് പറയുന്നത് അതെ. ഇത് എന്ത് ടൈപ്പാ? വേരിയബിൾ ആണോ ഫിക്സ്ഡ് ആണോ? വേരിയബിൾ ആണോ? ഇത് വേരിയബിൾ അല്ല, വേരിയബിൾ ആണ് കേട്ടോ. വേരിയബിൾ ടൈപ്പ് വയർ ബൗണ്ട് റെസിസ്റ്റർ ആണ്. അറിഞ്ഞിരുന്നാൽ മതി. ക്വസ്റ്റ്യൻസ് ഇങ്ങനത്തെ വരത്തില്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷെ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടെന്നേ ഉള്ളൂ, ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ എന്നുള്ള ഒരു പ്രോബബിലിറ്റി വെച്ചിട്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The calibration signal available from CRO is of the form. ഇതിൽ ഏതാണ് CROയുടെ കാലിബ്രേഷൻ സിഗ്നൽ? നമ്മള് അല്ല, സോടൂത്ത് വേവ് ഫോം അല്ല, സ്ക്വയർ വേവ് ഫോം. നമ്മൾ ആ CROയുടെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ CROയുടെ ആ ഫ്രണ്ടിൽ ഒരു സ്ക്വയർ പൾസ് കൊടുത്തിട്ടുണ്ടാവും. ആ സ്ക്വയർ പൾസ് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ CRO കാലിബ്രേഷൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്ക്വയർ വേവ് ആണ് കേട്ടോ. കാലിബ്രേഷൻ സിഗ്നൽ CROയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ക്വയർ വേവ് ആണ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആൻസർ ബി. നോ, മെഗർ. മെഗർ ഇസ് ഓൾസോ യൂസ്ഡ് ഫോർ. മെഗർ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു ഹൈ റെസിസ്റ്റൻസ് മെഷർമെന്റിന് വേണ്ടിയിട്ടാണ് മെഗർ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. വേറെ എന്താണ് മെഗറിന്റെ യൂസ് എന്ന് പറയുന്നത്? ഇൻസുലേഷൻ റെസിസ്റ്റൻസ്.
അതെ, ടെസ്റ്റിംഗ് ഇൻസുലേഷൻ റെസിസ്റ്റൻസിന് വേണ്ടിയിട്ട് മെഗർ യൂസ് ചെയ്യുന്നത്. അടുത്തത്, ഇൻ എ CRT ഫോസ്ഫർ കോട്ടിംഗ് ഈസ് പ്രൊവൈഡഡ്. CRT എവിടെയാണുള്ളത്? CROയിൽ. CROയിലാണ് CRT ഉള്ളത്. ഈ CRTയിൽ ഫോസ്ഫർ കോട്ടിംഗ് നമ്മൾ എവിടെയാണ് കൊടുക്കുന്നത്? CROയുടെ സ്ക്രീനിന്റെ ഈ CROയുടെ സ്ക്രീനിന്റെ ഉള്ളിലാണ് നമ്മൾ ഫോസ്ഫർ കോട്ടിംഗ് കൊടുക്കുന്നത്. ഫോസ്ഫർ കോട്ടിംഗ് കൊടുത്താൽ മാത്രമേ നമുക്ക് ആ സിഗ്നൽ വിസിബിൾ ആയിട്ട് കിട്ടത്തുള്ളൂ. അത് ഇൻസൈഡ് ദ സർഫസ് എന്നാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following part is not located inside the cathode ray tube of the CRO? CRTയിൽ ഉൾക്കൊള്ളാത്ത പോർഷൻ ഏതാണ്? CRTയിലുള്ള പോർഷൻസ് ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ട്? ഇലക്ട്രോൺ ഗൺ ഉണ്ട്, പിന്നെ എന്താണുള്ളത്? CROയുടെ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്. അപ്പം ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ് ഉണ്ട്, ഇലക്ട്രോൺ ഗൺ ഉണ്ട്, ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് ഉണ്ട്. പിന്നെ ഇല്ലാത്തത് ഏതാണ്? ടൈം ബേസ്ഡ് ജനറേറ്റർ ആണ്. ഓക്കെ, ടൈം ബേസ്ഡ് ജനറേറ്റർ എന്ന് പറയുന്നത് CRTയുടെ പുറത്താണ്. അതെന്തിനു വേണ്ടിയിട്ടാണ് ടൈം ബേസ്ഡ് ജനറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്? വെർട്ടിക്കൽ സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യാൻ. വെർട്ടിക്കൽ സിഗ്നൽ ഹൊറിസോണ്ടൽ സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യാനാണ്. ടൈം ബേസ് ചെയ്തിട്ടുള്ള സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൈം ബേസ്ഡ് ജനറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതാണോ മറ്റേ സോട്ടൂത്ത് വേവ് ഉണ്ടാക്കുന്ന ഇതിൽ നിന്നാണോ? ഏതാ സോട്ടൂത്ത് വേവ് ഫോം ജനറേറ്റ് ചെയ്യുന്നത്? ടൈം ബേസ് ജനറേറ്ററിനാണോ? അതെ, ടൈം ബേസ് ജനറേറ്ററിൽ നിന്നാണ്. അപ്പൊ മറ്റേ കാലിബ്രേറ്റ് ചെയ്യാനാണ് നമ്മൾ സ്ക്വയർ വേവ് യൂസ് ചെയ്യുന്നത് അല്ലേ? സ്ക്വയർ വേവ് യൂസ് ചെയ്യുന്നത് കാലിബ്രേഷൻ, CROയുടെ കാലിബ്രേഷൻ. സോട്ടൂത്ത് ജനറേഷൻ, ഓസിലോസ്കോപ്പിലൊക്കെ നമ്മൾ സോട്ടൂത്ത് ജനറേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ടൈം ബേസ് ജനറേറ്റർ ആണ്. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ, ലെസാജസ് ഫിഗേഴ്സ് ആർ യൂസ്ഡ് ഫോർ മെഷറിംഗ്. ലെസാജസ് ഫിഗേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഫ്രീക്വൻസി ആണ് കറക്റ്റ് ആൻസർ. ഫ്രീക്വൻസി മാത്രമല്ല, അത് ഫേസ് മെഷർമെന്റിനും കൂടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓപ്ഷനിൽ ഫ്രീക്വൻസി മാത്രം തന്നുകൊണ്ടാണ് ഫ്രീക്വൻസി കറക്റ്റ് ഓപ്ഷൻ ആയത്. ഫ്രീക്വൻസി ആൻഡ് ഫേസിന് വേണ്ടിയിട്ടും കൂടെ ലെസാജസ് പാറ്റേൺസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which component is responsible for generating the time scale or time reference in CR? നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ടൈം ബേസ്ഡ് ആയിട്ടുള്ള സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് വഴിയാണ്? നമുക്ക് ടൈം ബേസ്ഡ് ജനറേറ്റർ വെച്ചിട്ടാണ് നമ്മളത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡിലേ ലൈൻ എന്ന് പറയുന്നതൊക്കെ നമുക്ക് സിഗ്നൽസ് ഡിലേ ചെയ്യിപ്പിക്കാനും അതിനു വേണ്ടിയിട്ടാണ് ഡിലേ ലൈൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ടൈം ബേസ്ഡ് ജനറേറ്റർ ആണ്. ടൈം ബേസ്ഡ് സിഗ്നൽസ് അല്ലെങ്കിൽ ടൈം സ്കെയിൽ, ടൈം റെഫറൻസ് സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർട്സ് ഓഫ് ദ CRO ഇസ് യൂസ്ഡ് ഫോർ? ഏതാ? ഇതാണോ ടൈം ബേസ്ഡ് ജനറേറ്റർ ആണ്? ഇതില് ടൈം സ്കെയിൽ അല്ലെങ്കിൽ ടൈം റെഫറൻസ്, അതായത് വിത്ത് റെസ്പെക്ട് ടു ടൈം, അതാണ് ഹൊറിസോണ്ടൽ സിഗ്നൽ എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ ആക്സിസ് ബേസ് ചെയ്തിട്ടുള്ള സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടൈം ബേസ്ഡ് ജനറേറ്റേഴ്സ് ആണ്. അതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ ആംപ്ലിഫയറിൽ കൊടുത്തിട്ട് ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ് അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ബീംസിനെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലോട്ട് അലൈൻമെന്റ് ചെയ്ത് വരുത്തിക്കുന്നത് ഈ ടൈം ബേസ്ഡ് ജനറേറ്ററിൽ നിന്നുള്ള സിഗ്നൽസ് വഴിയാണ് വരുന്നത്. ഇനി ഡിലേ ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ സിഗ്നൽസിനെ ഒന്ന് ഡിലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്, കുറച്ച് സെക്കൻഡ്സ് നമുക്കൊന്ന് ഡിലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിലേ ലൈന് നമ്മൾ യൂസ് ചെയ്യുന്നത്. വെർട്ടിക്കൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത് നമ്മുടെ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സിലോട്ട് ഇൻപുട്ട് സിഗ്നൽസിനെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് വെർട്ടിക്കൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അടുത്തത്, which of the following parts of the CRO is used for controlling the path of beam?
ബീമിന്റെ പാത്ത് കൺട്രോൾ ചെയ്യുന്നത് ആരൊക്കെയാണ്? ഇവിടെ ഫോക്കസിംഗ് ആൻഡ് ആക്സലറേറ്റിംഗ് ആനോഡ്സ് ഉണ്ട്, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റ്സ് ഉണ്ട്, ഫോസ്ഫറസെന്റ് സ്ക്രീൻ ഉണ്ട്, ഇലക്ട്രോൺ ഗൺ ഉണ്ട്. ഏതാണ് ഇതിന്റെ പാത്ത് കൺട്രോൾ ചെയ്യുന്നത്? ഏതായിരിക്കും? Horizontal and vertical deflecting plate. ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റ്സ് ആണ്. എന്തിനാണ് ഫോക്കസിംഗ് ആൻഡ് ആക്സിലറേറ്റിംഗ് ആനോഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഇലക്ട്രോൺ ഗണ്ണിൽ നിന്നാണ് എന്ത് വരുന്നത്? ഇലക്ട്രോൺസ് വരുന്നത് അല്ലെ? ഈ ഇലക്ട്രോൺ ഗണ്ണിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺസിനെ നമ്മൾ ഫോക്കസിംഗ് ആനോഡ്സ് അല്ലെങ്കിൽ ആക്സിലറേറ്റിംഗ് ആനോഡ്സ് വഴി കടത്തിവിട്ട് അതിന്റെ വോൾട്ടേജ് അല്ലെങ്കിൽ അതിനെ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ പ്ലേറ്റ്സ് നമ്മുടെ CROയുടെ CRT സ്ക്രീനിൽ എവിടെയാണ് ഡിസ്പ്ലേ ചെയ്യിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. സോ ഫോക്കസിംഗ് ആൻഡ് ആക്സിലറേറ്റിംഗ് ആനോഡ്സ് എന്നൊക്കെ പറയുന്നത് ആ ഇലക്ട്രോൺ ബീമിന്റെ എന്താ പറയുന്നത് അതിന്റെ ക്ലാരിറ്റി അല്ലെങ്കിൽ എന്താ പറയാ അതിന്റെ ആ ഒരു സിഗ്നലിന്റെ പവർ കൂട്ടാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഫോക്കസിംഗ് ആൻഡ് ആക്സിലറേറ്റിംഗ് ആനോഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റ്സ് ആണ്. Now, what is the role of permanent magnet in a megger? പെർമനന്റ് മാഗ്നറ്റ് എന്തിനാണ് നമ്മൾ മെഗറിൽ യൂസ് ചെയ്യുന്നത്? Generate power. അല്ല, പെർമനന്റ് മാഗ്നറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ക്വസ്റ്റ്യൻ കാണുമ്പോഴേ മനസ്സിലാക്കിക്കോളൂ. പെർമനന്റ് മാഗ്നറ്റ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇലക്ട്രോൺ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്തല്ലേ നമ്മൾ ആ ജനറേറ്റർ ഒക്കെ ഉണ്ടല്ലോ, ആ ജനറേറ്ററിനകത്തുള്ള ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെർമനന്റ് മാഗ്നറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻസർ എന്ന് പറയുന്നത് എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The guard ring is provided in a megger tube. ഗാർഡ് റിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഗാർഡ് റിങ് അല്ലെങ്കിൽ ഗാർഡ് ടെർമിനൽ എന്നാണ് പറയുന്നത്. ഈ ഗാർഡ് റിങ് അല്ലെങ്കിൽ ഗാർഡ് ടെർമിനൽ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അറിയാവോ? നമ്മൾ ആ മെഗറിന്റെ ഒക്കെ ഒരു സർക്യൂട്ട് പഠിക്കുമ്പോൾ അതിനകത്ത് ആ മെഗോം മീറ്റർ അല്ലെങ്കിൽ മെഗോം റെസിസ്റ്റൻസിന്റെ സർക്യൂട്ട് പഠിക്കുമ്പോൾ അതിനകത്ത് ഒരു ഗാർഡ് ടെർമിനൽ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഈ ഗാർഡ് ടെർമിനൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ആക്ച്വലി എറർ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗാർഡ് റിങ്സ് അല്ലെങ്കിൽ ഗാർഡ് ടെർമിനൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എലിമിനേറ്റ് എറർ എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ റോൾ ഓഫ് കോമ്പൻസേറ്റിംഗ് കോയിൽ ഇൻ എ മെഗർ? ഞാൻ മെഗറിന്റെ ഒരു ജസ്റ്റ് ഒരു ഫിഗർ കാണിച്ചു തരാം. ഇതാണ് മെഗറിന്റെ ഒരു ഫിഗർ. ഇവിടെയാണ് നമ്മുടെ ഗാർഡ് റിംഗ് അല്ലെങ്കിൽ ഗാർഡ് ടെർമിനൽ എന്ന് പറയുന്നത്. ഈ ഗാർഡ് ടെർമിനൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ റെസിസ്റ്റൻസിന്റെ ഒക്കെ ആ ഒരു സൈഡിലായിട്ടുള്ള കണക്ഷൻ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞത് എറർ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു പ്രഷർ കോയിൽ ഉണ്ട്, കറണ്ട് കോയിൽ ഉണ്ട്. ഈ പ്രഷർ കോയിലിനോട് കറണ്ട് കോയിലിനോട് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതാണ് കോമ്പൻസേറ്റിംഗ് കോയിൽ എന്ന് പറയുന്നത്. എന്താണ് നമ്മുടെ കോമ്പൻസേറ്റിംഗ് കോയിൽ എന്ന് പറയുന്നത്? കോമ്പൻസേറ്റിംഗ് കോയിൽ എന്ന് പറയുന്നത് ബെറ്റർ സ്കെയിലിംഗ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ബെറ്റർ സ്കെയില് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രഷർ കോയിലിനോടും കറണ്ട് കോയിലിനോടും സീരീസ് ആയിട്ട് നമ്മൾ കോമ്പൻസേറ്റിംഗ് കോയിൽസ് വെക്കുന്നത്. ജസ്റ്റ് ഈ ഫിഗർ ഒന്ന് ഓർത്തിരുന്നാൽ മതി. പ്രഷർ കോയിലുണ്ട്, കറണ്ട് കോയിലുണ്ട്. ഈ പ്രഷർ കോയിലിനും കറണ്ട് കോയിലിനും സീരീസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് കോമ്പൻസേറ്റിംഗ് കോയിൽ എന്ന് പറയുന്നത്. അത് ബെറ്റർ സ്കെയിൽ അല്ലെങ്കിൽ ഇത് നേരത്തെ പറഞ്ഞ മീറ്റേഴ്സ് അയക്കുന്ന സമയത്ത് മെഗറിനും ഇതിന്റെ ഈ കോയിലുകളും ഇതിന്റെ ഫങ്ഷൻസ് ഉള്ള PPT ഉണ്ട്, അതുകൊണ്ടൊന്നും അയക്കുമോ? മെഗറിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾ നിങ്ങളുടെ മെന്ററിനോടൊന്ന് പറഞ്ഞാൽ മതി ഏതൊക്കെയാ വേണ്ടെന്നുള്ളതൊന്ന് പറയുക കേട്ടോ. ഞാൻ എന്നിട്ട് അതനുസരിച്ച് നോട്ട് നിങ്ങൾക്ക് അയച്ചു തരാവേ. ഓക്കെ, സോ ഇതാണ് മെഗറിന്റെ ഒരു ഫിഗർ. ജസ്റ്റ് നിങ്ങൾ ഈ PPT കിട്ടുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, എന്തൊക്കെയുണ്ടെന്നുള്ളത് അറിഞ്ഞിരിക്കുക കേട്ടോ. ഓക്കെ, സോ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സ്കെയിലിംഗ് പ്രോപ്പർട്ടി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോമ്പൻസേറ്റിംഗ് കോയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സ്കെയിലിംഗ് ആണ് കറക്റ്റ് ആൻസർ. Next question. Continuity between any two points can be measured using. നമുക്ക് എർത്ത് റെസിസ്റ്റൻസ് ഒക്കെ മെഷർ ചെയ്യാൻ നേരത്തെ നമ്മൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാറുണ്ട്. അപ്പം അത് എന്ത് വെച്ചിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്? എർത്ത് റെസിസ്റ്റൻസ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്?
മെഗർ ആണ്. അപ്പൊ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് തന്നെ യൂസ് ചെയ്യണം? മെഗർ ആണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. സോ കറക്റ്റ് ആൻസർ മെഗർ. അപ്പൊ മെഗറിന്റെ യൂസേജ് എന്ന് പറയുന്ന ഹൈ റെസിസ്റ്റൻസ്, ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ പറ്റും, കണ്ടിന്യൂറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് മെഗർ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ ടെമ്പറേച്ചർ എഫക്ട് ബി കോമ്പൻസേറ്റഡ് ഇൻ ആൻ എനർജി മീറ്റർ? എനർജി മീറ്ററിന്റെ ടെമ്പറേച്ചർ എഫക്റ്റ് എങ്ങനെയാണ് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യുന്നത്? അറിയാമോ എങ്ങനെയാന്ന്? എറേഴ്സ് പഠിച്ചിട്ടുള്ളതല്ലേ എനർജി മീറ്ററിന്റെ? ആൻസർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഷണ്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. എനർജി മീറ്ററിൽ ടെമ്പറേച്ചർ എഫക്ട്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നതാണ് ടെമ്പറേച്ചർ ഷണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോപ്പർ ഷെയ്ഡിംഗ് ബാൻഡ്സ്, ആസ് കോപ്പർ ഷെയ്ഡിംഗ് ബാൻഡ്സ് മൂവ് അപ്പ്. ഈ കോപ്പർ ഷെയ്ഡിംഗ് ബാൻഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? സിംഗിൾ ഫേസ് എനർജി മീറ്റർ. സിംഗിൾ ഫേസ് എനർജി മീറ്ററിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ സിംഗിൾ ഫേസ് എനർജി മീറ്ററിൽ നമ്മൾ ഏത് സിസ്റ്റത്തിൽ, അല്ലെങ്കിൽ അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡ്രൈവിംഗ് സിസ്റ്റത്തിലാണ് യൂസ് ചെയ്യുന്നത് അല്ലെ? ഡ്രൈവിംഗ് സിസ്റ്റം. ഈ ഡ്രൈവിംഗ് സിസ്റ്റത്തിൽ നമ്മൾ ഈ കോപ്പർ ബാൻഡ്സ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? അത് ആ കോപ്പർ ബാൻഡ്സ് നമ്മൾ ആ സെൻട്രൽ ലിംബിലാണ് കൊടുക്കുന്നത്. അത് നമ്മൾ കൊടുക്കുന്നത് ആ ബാൻഡിന്റെ നമുക്ക് പൊസിഷൻസ് അപ്പ് ഓർ ഡൗൺ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. എന്തിനാ അത് ചെയ്യുന്നത്? നമ്മളുടെ ഫ്ലക്സ് എന്ന് പറയുന്നത്, അതായത് ഷണ്ട് മാഗ്നറ്റിന്റെയും സീരീസ് മാഗ്നറ്റിന്റെയും ഫ്ലക്സ് എന്ന് പറയുന്നത് 90 ഡിഗ്രി ആകാൻ വേണ്ടിയിട്ട്, എന്തിനോട്? അപ്ലൈഡ് വോൾട്ടേജിനോട് 90 ഡിഗ്രി ഡിഫറൻസിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോപ്പർ ഷെയ്ഡിംഗ് ബാൻഡ്സ് കൊടുക്കുന്നത്. അത് നമ്മൾ അപ്വേർഡ് മൂവ് ചെയ്യുമ്പോൾ ഫ്ലക്സ് കൂടുകയും ഡൗൺവേർഡ് മൂവ് ചെയ്യുമ്പോൾ ഫ്ലക്സ് കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം കോപ്പർ ഷെയ്ഡിംഗ് ബാൻഡ്സ് നമ്മൾ എനർജി മീറ്ററിലാണ് കൊടുക്കുന്നത്. എനർജി മീറ്ററിൽ ഈ ഷെയ്ഡിംഗ് ബാൻഡ്സ് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഷണ്ട് മാഗ്നറ്റിന്റെ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നെന്ന് പറയുന്നത് അപ്ലൈഡ് വോൾട്ടേജിനോട് 90 ഡിഗ്രി ഡിഫറൻസിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോപ്പർ ഷെയ്ഡിംഗ് ബാൻഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് മോർ ഫ്ലക്സസ് ഇൻഡ്യൂസ്ഡ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ നോമിനൽ റേഷ്യോ ഓഫ് എ കറന്റ് ട്രാൻസ്ഫോമർ ഇസ്. നോമിനൽ സിറ്റിയും പിറ്റിയും നമുക്കുള്ളതാണല്ലോ. അപ്പം അതിനകത്ത് 2-3 റേഷ്യോസുകളൊക്കെ ഉണ്ട് അല്ലെ? ഏതൊക്കെയാ റേഷ്യോസ്? സിറ്റിയുടെ റേഷ്യോസ് ഏതൊക്കെയാണ്? ഓർക്കുന്നുണ്ടോ? നോമിനൽ റേഷ്യോ ഉണ്ട്, പിന്നെന്താ? മറന്നുപോയോ? ഓക്കെ, നോമിനൽ റേഷ്യോ ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എല്ലാം ഉണ്ട് അല്ലെ? ഈ നോമിനൽ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പ്രൈമറി വൈൻഡിങ് കറന്റ് ടു ദ സെക്കൻഡറി വൈൻഡിങ് കറന്റ്. ആൻസർ സി ആണ് കറക്റ്റ് ആൻസർ. റേറ്റഡ് പ്രൈമറി വൈൻഡിങ് കറന്റ് ഡിവൈഡഡ് ബൈ റേറ്റഡ് സെക്കൻഡറി വൈൻഡിങ് കറന്റ് ആണ് നോമിനൽ റേഷ്യോ ഓഫ് സി ടി എന്ന് പറയുന്നത്. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കുക, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടേൺസ് കോമ്പൻസേഷൻ ഈസ് യൂസ്ഡ് ഇൻ കറന്റ് ട്രാൻസ്ഫോമർ പ്രൈമറിലി ഫോർ റിഡക്ഷൻ ഓഫ്. ടേൺ കോമ്പൻസേഷൻ എന്തിനാണ് നമ്മൾ കൊടുക്കുന്നത്? ടേൺസ് കോമ്പൻസേഷൻ എന്തിനാണ് നമ്മൾ കൊടുക്കുന്നത്? ടേൺസ് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ പ്രൈമറിയിലും സെക്കൻഡറിയിലും നമ്മൾ വൈൻഡിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കറന്റ് ട്രാൻസ്ഫോമറിന്റെ കേസിൽ പ്രൈമറി വൈൻഡിങ്ങിലും സെക്കൻഡറി വൈൻഡിങ്ങിലും ചില കേസുകളിൽ എന്തെങ്കിലും എറർ കാരണം, എന്തെങ്കിലും എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അയൺ ലോസ് കാരണോ അല്ലെന്നുണ്ടെങ്കിൽ ലീക്കേജ് ഫ്ലക്സ് കാരണോ അങ്ങനെയുള്ള അല്ലെങ്കിൽ നോൺ ലീനിയാരിറ്റി കാരണമൊക്കെ നമ്മുടെ പ്രൈമറിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൈമറിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ടിന്റെ അത്ര രീതിയിൽ തന്നെ സെക്കൻഡറിയിൽ വരുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് പറയാം ട്രാൻസ്ഫോർമേഷൻ റേഷ്യോയും അതേപോലെ തന്നെ നോമിനൽ റേഷ്യോയും എപ്പോഴും ഈക്വൽ ആകണം എന്നാണ് പറയുന്നത്. പക്ഷെ ഒരിക്കലും അത് ചില കേസസിൽ ഈക്വൽ ആയിട്ട് വരത്തില്ല. അതാണ് റേഷ്യോ എറർ എന്ന് പറയുന്നത്. അപ്പൊ ഈ റേഷ്യോ എറർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻലി നമ്മൾ ടേൺസ് കോമ്പൻസേഷൻ കൊടുക്കുന്നത്. പക്ഷേ
ചില കേസുകളിൽ ഫേസ് ആംഗിൾ എറർ റിഡക്ഷനും സംഭവിക്കാം. അത് ചില കേസുകളിൽ മാത്രമേ ഉള്ളൂ. എപ്പോഴും ഫേസ് ആംഗിൾ എറർ അവിടെ കോമ്പൻസേഷൻ നടക്കണം എന്നില്ല. ആക്ച്വലി അത് നമ്മൾ യൂസ് ചെയ്യുന്നത് റേഷ്യോ എറർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. റേഷ്യോ എറർ എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോയും നോമിനൽ റേഷ്യോയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ആ ഡിഫറൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടേൺസ് കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഇൻ സം കേസസ് ഫേസ് ആംഗിൾ എറർ നമുക്ക് അവിടെ കോമ്പൻസേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മീറ്റർ കോൺസ്റ്റന്റ് ഓഫ് ആൻ എനർജി മീറ്റർ വിൽ ബി. മീറ്റർ കോൺസ്റ്റന്റ് എന്ന് പറയുന്നതിന്റെ യൂണിറ്റ് എന്താണെന്നാണ് ചോദിച്ചിരുന്നത്. അല്ലെങ്കിൽ മീറ്റർ കോൺസ്റ്റന്റ് എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റെവല്യൂഷൻസ് പെർ കിലോവാട്ട് അവർ. സോ ആൻസർ എന്ന് പറയുന്നത് എ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The breaking torque of an induction type single phase energy meter is. ഇതൊന്ന് ശ്രദ്ധിച്ചോണം. Breaking torque of an induction type single phase energy meter is directly proportional to square of flux, directly proportional to flux, inversely proportional to flux, inversely proportional to square of the flux. ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? Directly proportional to flux. അല്ല, അത് തെറ്റാണ്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഫ്ലക്സ് ആണ്. അതിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. TB is equal to K into pi square by RE into N into R എന്നാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ. ചില ടെക്സ്റ്റ് ബുക്കുകൾ നമ്മുടെ ഏകശോണിയുടെ ഒക്കെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ TB is equal to K4 into N എന്നായിരിക്കും നമ്മളൊക്കെ പഠിച്ചിരിക്കുന്നത്. ആ K4 എന്ന് പറയുന്നതിന്റെ ഒരു എക്സ്പാൻഷൻ ആണ് K into pi square by RE into R എന്ന് പറയുന്നത്. അതില് RE എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ് ആൻഡ് R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ ഡിസ്ക് ആണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ ചിലപ്പോൾ K4 into N എന്നായിരിക്കും റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. K4 is a കോൺസ്റ്റന്റ്. ആ K4 എന്ന് പറയുന്ന കോൺസ്റ്റന്റിന്റെ എക്സ്പാൻഷൻ ആണ് ഞാൻ ഈ ഇക്വേഷനിൽ തന്നിരിക്കുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഫ്ലക്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. റേഷ്യോ എറർ ഇസ് ഡ്യൂ ടു. റേഷ്യോ എറർ CT-യിലാണ് ഉണ്ടാകുന്നത്. റേഷ്യോ എറർ CT-യിൽ ഉണ്ടാകുന്നതിന്റെ കാരണങ്ങൾ പലതുണ്ട്. അതിൽ ഒരു റീസൺ എന്ന് പറയുന്നത് അയൺ ലോസ് ആണ്. അയൺ ലോസ് കാരണമാണ് റേഷ്യോ എറർ ഉണ്ടാകുന്നത്. അതിന്റെ 2-3 റീസൺ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. കോർ നോൺ ലീനിയാരിറ്റി കാരണം ഉണ്ടാകാം, ലീക്കേജ് ഫ്ലക്സ് കാരണം ഉണ്ടാകാം, കോയിൽ ഇംപിഡൻസ് കാരണം ഉണ്ടാകാം, പവർ ഫാക്ടർ കാരണം ഒക്കെ റേഷ്യോ എറർ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അയൺ ലോസ് ആണ്. അയൺ ലോസ് ഒരു കാരണമാണ്. ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡേഴ്സൺ ബ്രിഡ്ജ് ഇസ് യൂസ്ഡ് ഫോർ. ആൻഡേഴ്സൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത് എന്തിന്റെ മെഷർമെന്റിന് വേണ്ടിയിട്ടാണ്? സെൽഫ് ഇൻഡക്റ്റൻസിന്റെ മെഷർമെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആൻഡേഴ്സൺ ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. കപ്പാസിറ്റൻസ് മെഷർമെന്റിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രിഡ്ജുകളുടെ ഒരു എക്സാമ്പിൾ പറയാവോ? ഷെയറിംഗ് ബ്രിഡ്ജ് 3 എണ്ണം ഉണ്ട്. 3 എണ്ണമാണ് പഠിക്കാനുള്ളത്. ഷെയറിംഗ് ബ്രിഡ്ജ്, മീൻ ബ്രിഡ്ജ്, അതേപോലെ ഡെസോട്ടി ബ്രിഡ്ജ് ആണ്. അതേപോലെ തന്നെ സെൽഫ് ഇൻഡക്റ്റൻസിന് നമ്മൾ മാക്സ്വെൽസ് ബ്രിഡ്ജ് യൂസ് ചെയ്യാറുണ്ട്, ആൻഡേഴ്സൺസ് ബ്രിഡ്ജ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The pressure coil of an induction type energy meter is. Induction type energy meterന്റെ പ്രഷർ കോയിൽ എങ്ങനെയുള്ളതാണ്? റെസിസ്റ്റീവ് ആണോ ഇൻഡക്റ്റീവ് ആണോ? ഇൻഡക്റ്റീവ്. അത് പ്യുവർലി ഇൻഡക്റ്റീവ് ആണോ ഹൈലി ഇൻഡക്റ്റീവ്? പ്രഷർ കോയിൽ എന്ന് പറയുന്നത് ഹൈലി ഇൻഡക്റ്റീവും കറണ്ട് കോയിൽ എന്ന് പറയുന്നത് ഹൈലി റെസിസ്റ്റീവ് ആണ്. ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇൻഡക്ഷൻ ടൈപ്പ് എനർജി മീറ്ററിൽ കറണ്ട് കോയിൽ ഇസ് ഹൈലി റെസിസ്റ്റീവ് ആൻഡ് പ്രഷർ കോയിൽ ഇസ് ഹൈലി ഇൻഡക്റ്റീവ്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രഷർ കോയിൽ ആണ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഒരു MCQ പേപ്പർ ഡിസ്കഷൻ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ 3 സെക്ഷൻ, അതായത് നമ്മുടെ ഇൻട്രൊഡക്ഷൻ സെക്ഷനിലുണ്ട്, അതേപോലെ ഹൈഡൽ പവർ പ്ലാന്റ്, തെർമൽ പവർ പ്ലാന്റ്, ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നിപ്പം ഞാൻ ഡിസ്കസ് ചെയ്യുന്ന
ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ നിമിയുടെ ഭാരത് സ്കില്ലിന്റെ ഒക്കെ മോക്ക് ടെസ്റ്റ് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ PSCയുടെ 1-2 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പം നമുക്ക് ആദ്യമേ കുറച്ച് ബേസിക്സിൽ നിന്ന് അങ്ങ് തുടങ്ങിയിട്ട് നമുക്ക് PSC ക്വസ്റ്റ്യൻസ് കവറപ്പ് ചെയ്ത് പോവാം. ഇപ്പം നമുക്കറിയാം ഈ പവർ സിസ്റ്റം എന്ന് പറയുന്ന ഈ മോഡ്യൂളിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പവർ ജനറേഷന്റെ ഓരോ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിലൊരു കാര്യമുണ്ട്, പണ്ടത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുവാണെങ്കിൽ നമുക്ക് ഒത്തിരി അധികം ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് കിട്ടത്തില്ല. പക്ഷെ റീസെന്റ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എക്സാംസ് നോക്കുവാണെങ്കിൽ 8-9 ക്വസ്റ്റ്യൻസ് മിനിമം ഈ ഒരു മോഡ്യൂളിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന കുറച്ച് MCQs നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത് അതെല്ലാവരും കറക്റ്റായിട്ട് അത് നോട്ട് ചെയ്ത് വെക്കുക. ബിക്കോസ് ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പം അങ്ങനത്തെ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ കുറച്ച് ലെവലിൽ കൂടിയ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അത് നമുക്ക് ഒരു സെക്ഷനും കൂടെ നമുക്ക് നടത്തി അതൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് വളരെ ബേസിക് ആയിരിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കാം എത്രയൊക്കെ ഉള്ളോ എന്നുള്ളൊരു ചിന്താഗതി വരാം. പക്ഷെ നമ്മൾ അത്ര ഒരു കൺസെപ്റ്റിൽ നിന്ന് തുടങ്ങുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. നമുക്ക് കുറച്ചും കൂടെ ഒരു അപ്പർ ലെവലിലോട്ട് വരുന്ന ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം. കാര്യം ഇപ്പോഴത്തെ PSCയുടെ പാറ്റേൺ ഭയങ്കരമായിട്ട് ചേഞ്ച് ആവുന്നുണ്ട്. അപ്പൊ നമുക്കൊരു ഓവർസിയർ അല്ലെന്നുണ്ടെങ്കിൽ സബ് എഞ്ചിനീയർ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന തരത്തിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്. സോ നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കാം. വിച്ച് ഫ്യൂവൽ ഇസ് അവൈലബിൾ ഇൻ പ്ലെന്റി ഇൻ ഇന്ത്യ ഫോർ പവർ ജനറേഷൻ? നിങ്ങൾക്ക് ആൻസർ അറിയാവുന്നുണ്ടെങ്കിൽ ആൻസറുകൾ പറയാം. ഏതായിരിക്കും ഓപ്ഷൻസ്? കോൾ, ഡീസൽ ഉണ്ട്, ഗ്യാസ് ഓയിൽ ഉണ്ട്, ഗ്യാസ്ലിൻ ഉണ്ട്. ഇതിനകത്ത് ഏതാണ് കൂടുതലായിട്ട് വരുന്നത്? കോളാണ് അല്ലെ? കാര്യം നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പവർ ജനറേഷൻ വരുന്നത് തെർമൽ പവർ പ്ലാന്റിൽ നിന്നാണ്. അപ്പൊ കോളാണ് ഏറ്റവും അബണ്ടന്റ് ആയിട്ട് നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്യൂവൽ എന്ന് പറയുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് കോൾ. എല്ലാവരും ക്വസ്റ്റ്യൻസ് എഴുതിയെടുത്ത് അതിന്റെ ആൻസേഴ്സ് നോട്ട് ചെയ്ത് പോവുക. ഒത്തിരി ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്താലേ നിങ്ങൾക്ക് എന്താണേലും നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇത് സിമ്പിൾ ആണെന്ന് പറഞ്ഞ ആരും വിട്ടുകളയിൽ 10 മാർക്കെങ്കിൽ 10 മാർക്ക്, അതൊരു നല്ല ഡിഫറൻസ് തന്നെ ക്രിയേറ്റ് ചെയ്യും കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് ഇന്ററപ്റ്റ് ചെയ്ത് ചോദിച്ചോണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which is the conventional power generation? Conventional power generation. നമ്മൾ പവർ ജനറേഷൻ ഡിസ്കസ് ചെയ്തപ്പം 2 ടൈപ്പ് ഓഫ് പവർ ജനറേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് കൺവെൻഷണലും പറഞ്ഞു, അടുത്തത് നോൺ കൺവെൻഷണലും പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഈ കൺവെൻഷണൽ നോൺ കൺവെൻഷണൽ എന്ന് പറയുമ്പോൾ അത് റിന്യൂവബിൾ എനർജി ആയിട്ട് യാതൊരു ബന്ധവുമില്ല. കൺവെൻഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാകാലങ്ങളായിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പവർ ജനറേഷൻ എന്തായിരുന്നു. നോൺ കൺവെൻഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസെന്റ് ആയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത പവർ ജനറേഷൻ ഏതാണ്. അതാണ് കൺവെൻഷണലും നോൺ കൺവെൻഷണലും തമ്മിലുള്ള വ്യത്യാസം. ഇതിൽ ചിലപ്പോൾ ചില തെറ്റിദ്ധാരണകൾ വരാം. കൺവെൻഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിന്യൂവബിൾ എനർജി ആണോ എന്നുള്ള തെറ്റിദ്ധാരണകളോ, അല്ലെങ്കിൽ നോൺ കൺവെൻഷണൽ എന്ന് പറഞ്ഞാൽ റിന്യൂവബിൾ എനർജി ആണോ, അങ്ങനെ ഒരു തെറ്റിദ്ധാരണയും വേണ്ട. കൺവെൻഷണൽ പണ്ട് തൊട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഉണ്ട്: വിൻഡ് പവർ, ടൈഡൽ പവർ, സോളാർ പവർ, തെർമൽ പവർ. തെർമൽ ആണ് കറക്റ്റ് ആൻസർ. ബാക്കിയെല്ലാം എന്താണ്? നോൺ കൺവെൻഷണൽ പവർ ആണ്. അപ്പൊ ഇവിടെ വേണമെങ്കിൽ ഇപ്പൊ നമ്മൾ തെറ്റിദ്ധാരണ വരാം, വിൻഡും ടൈഡൽ സോളാറും എല്ലാം റിന്യൂവബിൾ അല്ലേ, അതെല്ലാം നോൺ കൺവെൻഷണൽ ആണോ? അങ്ങനെ ഇല്ല. നോൺ കൺവെൻഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസെന്റ് ഡെവലപ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് വെച്ചിട്ടുള്ള പവർ ജനറേഷൻ, അത് മാത്രമേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, സംശയമൊന്നും ഇല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് ഞാൻ പോവാണ്. വിച്ച് ഇസ് ദ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ്? ഇവിടെ എനർജി സോഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്, അതായത് പവർ ജനറേഷന് വേണ്ടിയിട്ടുള്ള എനർജി സോഴ്സ്. ഓപ്ഷൻസ് നോക്കാം: വിൻഡ്, വാട്ടർ, ഡീസൽ, സ്റ്റീം. ഇതില് സ്റ്റീമും ഡീസലും എന്താണേലും തെർമൽ പവർ പ്ലാന്റിന്റെ എനർജി സോഴ്സസ് ആണ്. തെർമൽ പവർ പ്ലാന്റ് എന്ന് പറയുന്നത് എന്താണ്? കൺവെൻഷണൽ ആണ്.
പിന്നെ ഓപ്ഷൻസിലോട്ട് നോക്കിയാൽ വിൻഡും വാട്ടറും ആണ് വരുന്നത്. ഇതിനകത്ത് കറക്റ്റ് ഓപ്ഷൻ എന്തായിരിക്കും? വിൻഡ്. വിൻഡാണ്. വാട്ടർ ആയിക്കൂടെ ഒരു ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. കാര്യം എന്താ? വാട്ടർ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ആണ്. അത് നമ്മൾ കൺവെൻഷണൽ മെത്തേഡിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്ത്. സോ കറക്റ്റ് ആൻസർ ഇസ് വിൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ നാച്ചുറൽ സോഴ്സ് ഓഫ് എനർജി? ഇത് നമ്മൾ നമ്മുടെ സെക്ഷനിൽ ഒന്ന് ഡിസ്കസ് ചെയ്ത. വാട്ട് ഇസ് ദ നാച്ചുറൽ സോഴ്സ് ഓഫ് എനർജി? സൺ, ഹീറ്റ്, കോൾ, ബയോഗ്യാസ്. ഏതാണ് നാച്ചുറൽ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത്? സൺ ആണ്. കറക്റ്റ് ആൻസർ ഇസ് സൺ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോവാണേ. വിച്ച് ഇസ് എ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ്? ഇത് ഞാനിങ്ങനെ പല ക്വസ്റ്റ്യൻസുകൾ സെയിം ക്വസ്റ്റ്യൻ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല എക്സാംസിന് ചോദിച്ചതായതുകൊണ്ട്, ഈ ഭാരത് സ്കില്ലിന്റെ തന്നെ പല എക്സാമിന് ചോദിച്ചതുകൊണ്ടാണ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. അന്നും പറഞ്ഞ് നിങ്ങൾ ആ ഓപ്ഷൻസ് മാത്രം നോക്കിയാൽ മതി. ചിലപ്പോൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരാം, പല രീതിയിലുള്ള സെയിം ആൻസർ വരുന്ന ക്വസ്റ്റ്യൻസുകളൊക്കെ വരാം. അതുകൊണ്ട് നിങ്ങൾ വറീഡ് ആവണ്ട. ജസ്റ്റ് ഇത് തന്നെയല്ലേ ഡിസ്കസ് ചെയ്തേന്നുള്ളൊരു ധാരണ വേണ്ട. പല രീതിയിൽ എങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം എന്നൊന്ന് അറിഞ്ഞിരിക്കുക, അത്രേ ഉള്ളൂ. സോ വിച്ച് ഇസ് എ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ്? നോൺ കൺവെൻഷണൽ സൺറൈസ് ആണ്. ലിഗ്നൈറ്റ്, സ്റ്റോർഡ് വാട്ടർ, പൾവറൈസ്ഡ് കോൾ എല്ലാം നമുക്ക് കൺവെൻഷണൽ ആണ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സൺറൈസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോ, what is the main disadvantage of non-conventional power generation? Non-conventional power generationന്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്താണ്? അതിനു മുമ്പ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൺവെൻഷണൽ നോൺ കൺവെൻഷണൽ പവർ ജനറേഷൻ തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഒന്ന് നോക്കാം. ഇത് ഡിസ്കസ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ ഇതൊരു അഡീഷണൽ പോയിന്റ് ആയിട്ട്, എക്സ്ട്രാ പോയിന്റ് ആയിട്ട് നിങ്ങൾ ഇത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ ഇവിടെ മെറിറ്റ്സ് എന്തൊക്കെയാണ്? ഒരു അഡ്വാൻറ്റേജ്, ഒരു നോൺ കൺവെൻഷണലിന്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നാണ് പറയുന്നത്. അതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ സെക്യൂരിറ്റി റിസ്ക് കുറവാണ്. സെക്യൂരിറ്റി റിസ്ക് കുറവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത് ഒരു കൺവെൻഷണൽ സോഴ്സ് ഓഫ് പവർ അല്ലെങ്കിൽ കൺവെൻഷണൽ പവർ സ്റ്റേഷൻ ആണ്. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അവിടുത്തെ സെക്യൂരിറ്റി എന്ന് പറയുന്നത്, സെക്യൂരിറ്റി റിസ്ക് കുറവാണ്. അതേപോലെ തന്നെ പൊല്യൂട്ടൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതേപോലെ ഗ്രീൻ ഹൗസ് എഫക്റ്റ്, ഗ്ലോബൽ വാർമിങ്, ഇതെല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് ലെസ് റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ് ആണ്. ഇത് ഒരിക്കലും തീർന്നു പോകുന്നില്ല. കാര്യം നമ്മൾ യൂസ് ചെയ്യുന്നത് സണ്ണ്, വിൻഡ്, ടൈഡല് അങ്ങനെയുള്ള റിന്യൂവബിൾ എനർജി സോഴ്സസ് ആയതുകൊണ്ട് അതൊരിക്കലും ഡിസ്ട്രോയിഡ് ആവുന്നില്ല. പിന്നെ ആദ്യം നമുക്ക് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് കൂടുതലാണെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ എനർജി ഡിമാൻഡിനെ ഇപ്പൊ കൂടുതലായിട്ടും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സോളാർ പവർ, വിൻഡ് പവർ അങ്ങനെയുള്ള സോഴ്സസിനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. സോ അതൊരു ലൈഫ് ലോങ് ഇൻവെസ്റ്റ്മെന്റ് പോലെ തന്നെ കിടന്നോളും. അതുകൊണ്ട് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിനെ നമ്മുടെ എനർജി യൂട്ടിലൈസേഷൻ വെച്ചിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. അതേപോലെ തന്നെ ഇത് എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. സോ ഇതാണ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. നമുക്ക് ഡിസഡ്വാൻറ്റേജസ് കൂടി ഒന്ന് നോക്കാം. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. അതായത് ഇപ്പൊ നമുക്കറിയാം വിൻഡ് എനർജി അല്ലെങ്കിൽ സോളാർ എനർജി, ടൈഡൽ എനർജി, ഇതിനകത്ത് നിന്നൊക്കെ മാക്സിമം എനർജി നമുക്ക് യൂട്ടിലൈസ് ചെയ്തെടുക്കാനുള്ള ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഇപ്പൊ റീസെന്റ് ആയിട്ട്, നേരത്തെയൊക്കെ സോളാർ പാനൽ ഫിക്സ്ഡ് ആയിരുന്നു. നമുക്ക് സണ്ണിന്റെ ഈ റൊട്ടേഷൻ അനുസരിച്ച് നമുക്കത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ നൗവേഡേയ്സ് ഇപ്പോഴത്തെ കേസുകളിൽ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡിവൈസോട് കൂടിയാണ് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതൊരു ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ്. പിന്നെ ഇനീഷ്യൽ കോസ്റ്റ് കൂടുതലാണ്, എഫിഷ്യൻസി കുറവാണ്. എഫിഷ്യൻസി കുറവാന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള പവർ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവിടെ എഫിഷ്യൻസി കുറവായിരിക്കും. ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് വരുന്നതുകൊണ്ടും അവിടെ എഫിഷ്യന്റ് ആയിട്ടുള്ള യൂട്ടിലൈസേഷൻ
പോസിബിൾ അല്ല. പിന്നെ ഒരിക്കലും ഇത് ബേസ് ലോഡിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലയബിൾ അല്ലാത്തതുകൊണ്ടാണ്. കാര്യം എപ്പം സൺ എപ്പോഴാ പോണേ, എപ്പോഴാ വന്നെ, അല്ലെങ്കിൽ വിൻഡ് എപ്പോഴാ വന്നെ, എപ്പോഴാ പോണേ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇതൊരു ബേസ് ലോഡ് പ്ലാന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. പീക്ക് ലോഡ് ഡിമാൻഡിന് വേണ്ടിയിട്ട് മാത്രമാണ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് ആ ക്വസ്റ്റ്യനിലോട്ട് ഒന്ന് തിരിച്ചു പോകാം. What is the main disadvantage of non-conventional power generation? Poor efficiency. Poor efficiency ആണ് കറക്റ്റ് ആൻസർ. ഇതിനകത്ത് നോ കോൺസ്റ്റന്റ് ജനറേഷൻ, ഹെവി ലോഡ്, cannot be operated, can use only light loads. ഇതൊന്നും നമ്മൾ ഡിസഡ്വാൻറ്റേജിൽ ഡിസ്കസ് ചെയ്തിരുന്നില്ല. കറക്റ്റ് ആൻസർ ഇസ് പുവർ എഫിഷ്യൻസി. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. Now, which power generation requires heavy water treatment plant? Heavy water treatment plant. ആൻസർ ആർക്കെങ്കിലും പറയാമോ? Nuclear power. അതെ, കറക്റ്റ് ആണ്. ന്യൂക്ലിയർ പവർ ആണ്. അതിലൊരു ചിലപ്പം അതിൽ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരാം. വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്, ഹെവി വാട്ടർ എന്ന് പറയുന്നത് എന്താണ് ഈ ഹെവി വാട്ടർ എന്ന് ആർക്കെങ്കിലും അറിയാമോ? ഹെവി വാട്ടർ നമ്മൾ എവിടെയെങ്കിലും ഡിസ്കസ് ചെയ്തായിട്ട് ഓർമ്മയുണ്ടോ? പഠിച്ചായിരുന്നോ? ന്യൂക്ലിയർ പവർ പ്ലാന്റ് പഠിച്ചായിരുന്നോ? മോഡറേറ്ററിൽ ആ, മോഡറേറ്ററിൽ യൂസ് ചെയ്യുന്നുണ്ട്. മറന്നുപോയോ അതോ പഠിക്കാത്തതാണോ? എന്താണേലും പഠിച്ചെടുക്കണം കേട്ടോ. ഇപ്പം അതായത് ആഡ് ഓൺ കയറി വന്നതാണ്, കുഴപ്പമില്ല. അത് ന്യൂക്ലിയർ പവർ പ്ലാന്റിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹെവി വാട്ടർ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് മോഡറേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ചിലപ്പം വേറൊരു കൺഫ്യൂഷൻ വരാം. വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആണോ ഉദ്ദേശിക്കണേ എന്നുള്ള കൺഫ്യൂഷൻ വരാം. അല്ല, ഹെവി വാട്ടർ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്ലാന്റ് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഇസ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്. ഓർത്തിരുന്നോണം, ഹെവി വാട്ടർ ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല. ഓക്കെ, അടുത്തയിലോട്ട് പോവാമേ. വിച്ച് ടർബൈൻ ഇസ് യൂസ്ഡ് ഫോർ ഹൈ ഹെഡ്സ് ഇൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്? എളുപ്പമുള്ള ക്വസ്റ്റൻ അല്ലേ? ഇമ്പൾസ് ടർബൈൻ. ഇമ്പൾസ് ടർബൈൻ. ഇനി നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചിരുന്നോണം. ഈ ഹൈ ഹെഡ് ലോ ഹെഡിന്റെ ഒക്കെ എത്ര മീറ്റർ ആണ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പഠിച്ചിരുന്നോണം. PSC അനുസരിച്ച് ഹൈ ഹെഡ് എന്ന് പറയുന്നത് എത്രയാണ്? ഗ്രേറ്റർ ദാൻ എത്ര വരും? ഗ്രേറ്റർ ദാൻ 300. മീഡിയം ആണെങ്കിൽ ബിറ്റ്വീൻ 330 to 300. ലോ ഹെഡ് ആണെങ്കിലോ ലെസ് ദാൻ 30. ഇനി ഹെഡിന്റെ അനുസരിച്ച് നമ്മൾ എങ്ങനെയാ ഏതൊക്കെ ടർബൈൻസ് യൂസ് ചെയ്യുന്നത്? ഹൈ ഹെഡ് ആണെങ്കിൽ ഓക്കെ. മീഡിയം ഹെഡ് ആണെങ്കിലോ ഫ്രാൻസിസ്, കറക്റ്റ് ആണ്. ലോ ഹെഡ് ആണെങ്കിൽ ഓക്കെ, കപ്ലാൻ ടർബൈൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇതില് ഏതൊക്കെയാണ് ഇമ്പൾസ് ടർബൈൻസ് എന്ന് പറയുന്നത്? ഏതൊക്കെയാണ് ഇമ്പൾസ് ടർബൈൻ? പെൽറ്റൺ ആണ് ഇമ്പൾസ് ടർബൈൻ. ബാക്കി രണ്ടും എന്തായിരിക്കും? റിയാക്ഷൻ ടർബൈൻസ് ആയിരിക്കും. ഇനി ഒരു കാര്യം കൂടി ഇതിനകത്ത് പഠിച്ചു വെക്കാം. ഇതിൽ ഏറ്റവും കൂടുതൽ ഡിസ്ചാർജ് വരുന്ന ഏത് ടർബൈൻ ആയിരിക്കും? കപ്ലാൻ ആയിരിക്കും. അപ്പൊ ഹെഡിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഡിസ്ചാർജ്. ഓക്കെ, അതും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഒന്നുകൂടി പറയാമോ? ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാമോ? ഈ ക്വസ്റ്റ്യൻ ആണോ? അതെ അതെ. വിച്ച് ടർബൈൻ ഇസ് യൂസ്ഡ് ഫോർ ഹൈ ഹെഡ്സ് ഇൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്? നമ്മൾ മൂന്നായിട്ടാണ് ഹെഡ്സ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: ഹൈ, മീഡിയം, ലോയ്. ഹൈ എന്ന് പറയുമ്പോഴത്തേക്കും 300 മീറ്ററിന്റെ മുകളിൽ വരുന്നത്. അതേപോലെ മീഡിയം 30 to 300. ലോ എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 30 വരും. ഹൈക്ക് യൂസ് ടർബൈൻ ആണ് പെൽറ്റൺ. മീഡിയത്തിന് നമ്മൾ ഫ്രാൻസിസ് യൂസ് ചെയ്യും. അതേപോലെ തന്നെ ലോയ്ക്ക് നമ്മൾ കപ്ലാൻ ടർബൈൻ ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഓപ്ഷനിൽ നമുക്ക് പെൽറ്റൺ എന്ന് പറയുന്ന ടർബൈനിന്റെ പേര് തന്നിട്ടുണ്ടോ? ഇല്ല.
അപ്പം ഇവിടെ ബാക്കി കപ്ലാനും ഫ്രാൻസിസും റിയാക്ഷൻ ടർബൈന് തന്നിട്ടുണ്ട്. പെൽറ്റൺ എന്ന് പറയുന്നത് എന്ത് ടർബൈൻ ആണ്? ഇമ്പൾസ് ടർബൈൻ ആണ്. ഫ്രാൻസിസും കപ്ലാനും റിയാക്ഷൻ ടർബൈൻ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ഇമ്പൾസ് ടർബൈൻ. ഓപ്ഷൻ ബി ആണ്. ഓക്കെ ആണോ? Okay, next question. Okay, what is the function penstocks in hydropower station? Again, simple ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ പറയാലോ നിങ്ങൾക്ക്. എന്തായിരിക്കും? carries water to dam, carries water to turbines, carries water away. Water to turbine. Correct answer carries water to turbines ആണ്. Okay, very good. അടുത്ത question. What is the purpose of boiler in a steam power station? ഇതില് ഒരു ചെറിയ കൺഫ്യൂഷൻ വരാം നിങ്ങൾക്ക്. സൂപ്പർ ഹീറ്റ്സ് ദ സ്റ്റീം അല്ല, സൂപ്പർ ഹീറ്റ് ദ സ്റ്റീം അല്ല, അത് സൂപ്പർ ഹീറ്ററിന്റെ ജോലിയാണ്. അടുത്ത ഓപ്ഷൻ നോക്കാം. ലിബറേറ്റ്സ് ദ ഹീറ്റ് ഫ്രം ബേൺഡ് ഫ്യൂവൽ. ലിബറേറ്റ്സ് ദ ഹീറ്റ് ഫ്രം ബേൺഡ് ഫ്യൂവലും അല്ല. പിന്നെന്താണ്? ഇതിന് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. കൺവേർട്സ് വാട്ടർ ഇൻ സ്റ്റീം ഉണ്ട്, ഹീറ്റ്സ് ഫീഡ് വാട്ടർ ആൻഡ് എയർ ഉണ്ട്. ഇതിൽ ഏതായിരിക്കും കറക്റ്റ്? Convert water into steam. സ്റ്റീം ആണ്. ഓക്കെ, സി പറയുന്നവരുണ്ട്. ബി കറക്റ്റ് ആണോ? ഹീറ്റ്സ് ഫീഡ് വാട്ടർ ആൻഡ് എയർ എക്കണോമിക്സ് അല്ലേ മാഡം? ഏതാ? ബി എന്ന് പറയുന്നത് ഫീഡ് വാട്ടർ ആൻഡ് എയർ. എക്കണോമിക്സ് ഫീഡ് വാട്ടർ മാത്രമല്ലേ ഉള്ളൂ, എയറിനെ ഉണ്ടോ? അത് പ്രീ ഹെയർ ഹീറ്റർ. അത് രണ്ടും രണ്ട്. അപ്പൊ ഇത് കൺവേർട്സ് വാട്ടർ ഇൻടു സ്റ്റീം ആണെന്നാണ് കറക്റ്റ് പറയുന്നത്. അല്ല, അത് തെറ്റാണ്. ഇത് ഹീറ്റ്സ് ഫീഡ് വാട്ടർ ആൻഡ് എയർ എന്നാണ്. ഇത് ഇത് നമ്മുടെ ഭാരത് സ്കില്ലിന്റെ ഒരു ക്വസ്റ്റിന്റെ ആൻസർ കീയില് ഹീറ്റ്സ് ഫീഡ് വാട്ടർ ആൻഡ് എയർ ആണ് കറക്റ്റ് ആയിട്ട് ഉത്തരം പറയുന്നത്. ഓക്കെ, ഏതാ? മോക്ക് ടെസ്റ്റിന്റെ ആപ്പിൽ കൊടുത്തിരിക്കുന്ന കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഹീറ്റ്സ് ഫീഡ് വാട്ടർ ആൻഡ് എയർ ആണ്. പലയിടത്തും തപ്പിയപ്പോഴും കറക്റ്റ് ആൻസർ ഹീറ്റ്സ് ഫീഡ് വാട്ടർ ആൻഡ് എയർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അത് അങ്ങനെ തന്നെ പഠിക്കുക. PSCയുടെ നമുക്ക് പറയാൻ പറ്റില്ല ഏതാ കറക്റ്റ് എന്നുള്ളത്, ശരിക്കും പറയാൻ പറ്റില്ല. ഇതിനകത്ത് ഇപ്പൊ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഹീറ്റ്സ് ഫീഡ് വാട്ടർ ആൻഡ് എയർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ അത് എയർ പ്രീ ഹീറ്ററിന്റെ എക്കണോമൈസറിന്റെ ഫംഗ്ഷൻ ആണ് കേട്ടോ. ആക്ച്വലി സ്പീക്കിംഗ് കറക്റ്റ് ആൻസർ കൺവേർട്സ് വാട്ടർ ഇൻടു സ്റ്റീം ആണ്. പക്ഷെ കീഴില് കൊടുത്തിരിക്കുന്നത് ഹീറ്റ്സ് ഫീഡ് വാട്ടർ ആൻഡ് എയർ ആണ്. നമുക്കറിയാം PSCയുടെ ക്വസ്റ്റ്യനുകളും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അതുകൊണ്ട് ഇത് പഠിച്ചു വെക്കുക, അതിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ടൈപ്പ് ഓഫ് പവർ പ്ലാന്റ് ഇസ് മോർ എഫിഷ്യന്റ്? ഏതായിരിക്കും? ഡീസൽ പ്ലാന്റ്, സ്റ്റീം പവർ, ഹൈഡ്രോ ഇലക്ട്രിക്, ന്യൂക്ലിയർ പവർ. കറക്റ്റ് ആൻസർ ഹൈഡ്രോ ഇലക്ട്രിക് ആണ്, ന്യൂക്ലിയർ പവർ അല്ല കേട്ടോ. ഹൈഡ്രോ ഇലക്ട്രിക് ആണ് കറക്റ്റ് ആൻസർ. കൂടുതൽ എഫിഷ്യന്റ് ആയിട്ടുള്ള പവർ പ്ലാന്റ് എപ്പോഴും ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ആണ്. അതിന്റെ അഡ്വാൻറ്റേജസ് നിങ്ങൾ ശ്രദ്ധിച്ചു. മോർ റിലയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയർ പവർ പ്ലാന്റ് പറയാം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ? ഓക്കെ, അത് നിങ്ങൾ അപ്പൊ അത് ശ്രദ്ധിച്ചോണം. അതായത് എഫിഷ്യന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹൈഡ്രോ ഇലക്ട്രിക് ആണ്. കാര്യം അതിനകത്ത് നമുക്ക് കൂടുതൽ ലോസസ് വരുന്നില്ല. അതാണ് അതിന്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള കാര്യം. കൺവേർഷൻ ഇത് ഇപ്പം ന്യൂക്ലിയർ പവറിൽ എന്ന് പറയുമ്പോഴത്തേക്കും ബോയിലർ കയറി വരുന്നുണ്ട്. മനസ്സിലായോ? അതായത് ഓക്കെ, അപ്പൊ അത് നോക്കിയാൽ മതി. നമുക്ക് ഈ ബോയിലറുകളൊക്കെ വരുന്ന പ്ലാന്റുകളാണെങ്കിൽ എഫിഷ്യൻസി കുറവായിരിക്കും. ഹൈഡ്രോ ഇലക്ട്രിക്കലില് ബോയിലർ വരുന്നില്ല, നേരിട്ട് കൺവേർഷനെ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് എഫിഷ്യൻസി കൂടുതലാന്ന് പറയുന്നത്. ഓക്കെ,
ഓക്കെ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. വിച്ച് ഇസ് ദ നോൺ കൺവെൻഷണൽ പവർ ജനറേഷൻ? നോൺ കൺവെൻഷണൽ പവർ ജനറേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വിൻഡ്മിൽ പവർ ജനറേഷൻ. Windmill power generation. പവർ ജനറേഷൻ ആണ് കറക്റ്റ് ആൻസർ. എല്ലാവരും ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണം, ഇതില് ചിലപ്പോൾ കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് എന്നാണ് കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് വരിക. ഓക്കെ, അതുകൊണ്ട് എല്ലാ പവർ പ്ലാന്റിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നന്നായിട്ട് പഠിച്ചു വെച്ചോളൂ. ഓക്കെ, Okay. Okay. അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങളുടെ മോക്ക് ടെസ്റ്റ് ഒക്കെ എടുത്ത് നോക്കിയാൽ പലതിനകത്ത് അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഒക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് എയർ പ്രീഹീറ്റർ ഇൻ എ സ്റ്റീം പവർ സ്റ്റേഷൻ? എന്താണ് എയർ പ്രീഹീറ്റർ ചെയ്യുന്നത്? എക്സ്ട്രാക്റ്റ് ഹീറ്റ് ഫ്രം Extract from flue gases and heat input air. എയർ. ഓപ്ഷൻ ഡി. വേറെ ആരെങ്കിലും വേറെ എന്തെങ്കിലും ഉത്തരം പറഞ്ഞായിരുന്നോ? ഇല്ല. ഇല്ലെന്ന് വിചാരിക്കുന്നു. അപ്പം 3 കാര്യങ്ങളാണ് സ്റ്റീം പവർ സ്റ്റേഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞത്. എയർ പ്രീ ഹീറ്റർ, എക്കണോമൈസർ ഉണ്ട്, പിന്നെ എന്താണ്, സൂപ്പർ ഹീറ്റർ ഉണ്ട് അല്ലേ? അപ്പൊ ഈ 3 കാര്യങ്ങൾ എന്തിനാന്നുള്ള പഠിക്കുക. എയർ പ്രീ ഹീറ്റർ എയറിന് വേണ്ടിയിട്ട്, എക്കണോമൈസർ ഫീഡ് വാട്ടറിന്, സൂപ്പർ ഹീറ്റർ എന്തിനാ? Steam. ഹൈ പ്രഷറും ഹൈ ടെമ്പറേച്ചറും ആയിട്ടുള്ള ഡ്രൈ സ്റ്റീമിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് സൂപ്പർ ഹീറ്റർ യൂസ് ചെയ്യുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ 3 എണ്ണത്തിനെ പറ്റി ഉറപ്പായിട്ടും എവിടെന്നെങ്കിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അടുത്തതിലോട്ട് പോവാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് എക്കണോമൈസർ ഇൻ സ്റ്റീം പവർ പ്ലാന്റ്? ഏതായിരിക്കും? ഹീറ്റ്സ് ദ ഫീഡ് വാട്ടർ ബൈ ദ ഫ്ലൂ ഗ്യാസസ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ബാക്കിയെല്ലാം നമുക്ക് അറിയാം. കൺവേർട്സ് വാട്ടർ ഇൻടു സ്റ്റീം അല്ല, ഹീറ്റ്സ് ദ എയർ ബൈ ദ ഫ്ലൂ ഗ്യാസസ്, അതൊന്നും അല്ല കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Again, what is the advantage of non-conventional power generation? Non-conventional ആണ്. എന്തായിരിക്കും reduce advantage? pollution. റെഡ്യൂസ് പൊല്യൂഷൻ. ബാക്കിയൊന്നും നടക്കുള്ള കാര്യമല്ല. മോർ റിലയബിൾ അല്ല, എഫിഷ്യന്റ് അല്ല, ഇനിഷ്യൽ കോസ്റ്റ് ലോയും അല്ല. സോ കറക്റ്റ് ആൻസർ ഇസ് റെഡ്യൂസ് പൊല്യൂഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which component in a steam power plant is used to heat the feed water from the flue gases? എക്കണോമൈസർ ആണോ? എക്കണോമൈസർ. തിരിച്ചും മറിച്ചും ചോദിക്കും കേട്ടോ. അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടെന്നേ ഉള്ളൂ. എങ്ങനെ വേണേലും ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് നോൺ കൺവെൻഷണൽ പവർ ജനറേഷൻ ഓവർ കൺവെൻഷണൽ പവർ ജനറേഷൻ? ഡിസഡ്വാൻറ്റേജ് ആ ചോദിച്ചിരിക്കുന്നത്. cannot be used base load demand. ബേസ് ലോഡ് ഡിമാൻഡിന് യൂസ് ചെയ്യാൻ പറ്റില്ല. സെക്യൂരിറ്റി റിസ്ക് ഒന്നുമില്ല, പൊല്യൂഷൻ ഇൻക്രീസ് ചെയ്യുന്നില്ല, മെയിൻ്റെനൻസ് കൂടുതലായിട്ടൊന്നും വരുന്നില്ല. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബേസ് ലോഡ് ഡിമാൻഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ്? ഗ്രീൻ ഹൗസ് എഫക്ട് ഇസ് അവോയ്ഡഡ്. പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ഓപ്ഷൻസ് മാറി മറിഞ്ഞും വരാം കേട്ടോ. അങ്ങനെയുള്ള ഒരു എക്സാമ്പിൾ എടുത്തിട്ടതാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അഡ്വാൻറ്റേജസ് ഒക്കെ നന്നായിട്ട് നോട്ട് ചെയ്ത് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The type of generators used in hydroelectric power plant. Option salient pole, cylindrical rotor type, Pelton wheel. ഏതാണ് കറക്റ്റ് ആൻസർ? Salient pole type generator. സാലിയന്റ് ആണ് അല്ലെ? അപ്പൊ 2 ടൈപ്പ് ഓഫ് ഓൾട്ടർനേറ്റേഴ്സിനെ ഞാൻ പഠിപ്പിച്ചായിരുന്നു അല്ലെ? സാലിയന്റ് പോളും ഉണ്ട്, പിന്നെ എന്താണ്, നോൺ സാലിയന്റ്. ഓക്കെ, അപ്പൊ അതില് സാലിയന്റ് പോളിന്റെ പ്രത്യേകത എന്താ? പ്രൊജക്റ്റഡ് ആയിരിക്കും അതിന്റെ പോൾസ് അല്ലെ? പ്രൊജക്റ്റഡ് പോൾസ് ഉണ്ട്. മറ്റേത് ഒരു റൗണ്ട് ഷേപ്ഡ് ആയിരിക്കും. പ്രൊജക്റ്റഡ് പോൾസ് ഉള്ളത് കൊണ്ട് അതിന്റെ ഡയമീറ്റർ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇവിടെ ഡയമീറ്റർ കുറവായിരിക്കും. ഡയമീറ്റർ ഇസ് ലെസ്.
ഇവിടെ എന്ത് പറ്റും? ആക്സിയൽ ലെന്ത് എന്താവും? കൂടുതലാണോ കുറവാണോ? കുറവാണ്. കുറവ്. ഇവിടെ ആണെങ്കിൽ ആക്സിയൽ ലെന്ത് കൂടുതലായിരിക്കും. ആക്സിയൽ ലെന്ത് കൂടിയാൽ സ്പീഡിന് എന്ത് പറ്റും? സ്പീഡ് കൂടുന്നു. ഇവിടെ സ്പീഡ് കുറയും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മിനിമം അറിഞ്ഞിരിക്കണം. ഇതിനകത്ത് നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. സോ ദ കറക്റ്റ് ആൻസർ ഇസ് സാലിയൻ പോൾ ടൈപ്പ് ഓൾട്ടർനേറ്റർ. What would be the most important factor under consideration for the site selection of a thermal plant? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈറ്റ് സെലക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യം എന്തായിരിക്കും? അവൈലബിലിറ്റി, അതാണോ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി, കോസ്റ്റ് ആൻഡ് ടൈപ്പ് ആൻഡ് ലാൻഡ്. ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം അതിന്റെ ഒരു ഫാക്ടർ ആണ് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ? ഇമ്പോർട്ടന്റ് ഓപ്ഷൻ ഡി, വരും. കോസ്റ്റ് ആൻഡ് ടൈപ്പ് ഓഫ് ലാൻഡ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അവൈലബിലിറ്റി ഓഫ് വാട്ടർ. വാട്ടർ ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം പറ്റുമോ? കൂളിംഗ് നടക്കുമോ? വെള്ളം ചൂടാക്കാൻ പറ്റുമോ? അപ്പൊ സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുമോ? ഇല്ല. അപ്പം ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് അവൈലബിലിറ്റി ഓഫ് വാട്ടർ ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂവൽ ഉണ്ടെങ്കിലും ഫ്യൂവൽ ഇല്ലെങ്കിൽ പിന്നെ ചൂടാക്കാൻ പറ്റുമെന്ന് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. പക്ഷെ ഏറ്റവും അത്യാവശ്യം വേണ്ടത് വാട്ടർ ആണ്. വാട്ടറിന് അവിടെ 2 പർപ്പസ് ആണുള്ളത്. ഒന്ന് കൂളിംഗ് പർപ്പസും ഉണ്ട്, പിന്നെ സ്റ്റീം ആക്കുന്ന പർപ്പസും ഉണ്ട്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് അവൈലബിലിറ്റി ഓഫ് വാട്ടർ. ഓക്കെ. ഇനി ടെയിൽ റേസ് ഈസ്, എന്തിനാണ് നമ്മൾ ടെയിൽ റേസ് യൂസ് ചെയ്യുന്നത്? എന്തിനാണ് ടെയിൽ റേസ് യൂസ് ചെയ്യുന്നത്? Discharge water from turbine to റിവർ ആണ്. അപ്പം മെയിൻ ആയിട്ട് ഒരു ഹൈഡൽ പവർ സ്റ്റേഷനിൽ നമുക്കുള്ള കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുക. ഡാം ഉണ്ട്, പിന്നെന്താ പെൻസ്റ്റോക്ക് ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് എന്താ ഉള്ളത്? സർജ് ടാങ്ക് ഉണ്ട്, പവർ സ്റ്റേഷൻ ഉണ്ട്. ഈ പവർ സ്റ്റേഷനിൽ വരുന്നതാണ് മെയിൻലി നമ്മുടെ ടർബൈൻ ജനറേറ്റർ സെറ്റ്, പിന്നെ അതേപോലെ തന്നെ ടെയിൽ റേസ്, ഇതെല്ലാം പവർ സ്റ്റേഷനിൽ വരുന്നതാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഈ പെൻസ്റ്റോക്ക് സർജ് ടാങ്കിന്റെ ഒക്കെ പർപ്പസ് എന്താന്നുള്ളതൊക്കെ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചോണം. വാട്ടർ ഹാമറിംഗ് എഫക്റ്റ് എന്താണ്, അതെങ്ങനെയാണ് റെഡ്യൂസ് ചെയ്യണേ എന്നുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു വെക്കുക. പിക്ക് ദ ഓഡ് വൺ ഔട്ട്. എന്തായിരിക്കും ഇതിനകത്ത്? ഇതൊരു PSC ക്വസ്റ്റൻ ആണ് കേട്ടോ. പിക്ക് ദ ഓഡ് വൺ. മറ്റേ ക്വസ്റ്റൻ ഒന്ന് കാണിക്കാവോ? ടെയിൽ റേസ് ഈസ് എന്തിനാന്നുള്ളതാണ്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. പിക്ക് ദ ഓഡ് വൺ ഔട്ട്. ഇത് നമ്മുടെ PSC ക്വസ്റ്റൻ ആണ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാതെ അങ്ങനെ വിചാരിക്കണ്ട. ഇതൊരു പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, അതുകൊണ്ട് എടുത്തിട്ടതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നോൺ സാലിയൻ പോൾ ടൈപ്പ് ഓൾട്ടർനേറ്റേഴ്സ് ആർ യൂസ്ഡ് ഇൻ. ഏതായിരിക്കും? തെർമൽ പവർ സ്റ്റേഷൻ ആയിരിക്കും. ഇനി ഇതിനകത്ത് ഓപ്ഷൻസ് ഇവിടെ വിൻഡും ഹൈഡ്രോ ആണ് തന്നിരിക്കുന്നത്. അതിന് പകരം തെർമൽ പവർ സ്റ്റേഷൻ, അതേപോലെ തന്നെ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ, അല്ലെന്നുണ്ടെങ്കിൽ ഗ്യാസ് പവർ സ്റ്റേഷൻ ആൻഡ് ഓൾ ഓഫ് ദീസ് എന്നാ തന്നിരിക്കുന്നെങ്കിൽ ആൻസർ എന്ത് വരും? All of this. കേട്ടോ. കാര്യം എന്ന് വെച്ചാല് നമ്മള് ബാക്കിയുള്ളതെല്ലാം ഹൈ സ്പീഡിൽ റൺ ചെയ്യുന്ന പവർ സ്റ്റേഷൻസ് ആണ്. ഹൈ സ്പീഡിൽ റൺ ചെയ്യുന്ന പവർ സ്റ്റേഷനിൽ എപ്പോഴും നമ്മൾ നോൺ സാലിയൻ പോലെ യൂസ് ചെയ്യാവുള്ളൂ. സോ നിങ്ങൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചോണം. അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ വരുവാണെങ്കിൽ കറക്റ്റ് ആൻസർ ഓൾ ഓഫ് ദീസ് ആയിരിക്കും വരുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് മെത്തഡ് ഓഫ് പവർ ജനറേഷൻ ഹാസ് ലോ പ്രൊഡക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ്? ഏതായിരിക്കും ലോ പ്രൊഡക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ്? ടൈഡൽ ആണോ? മെയിൻ്റനൻസ് കോസ്റ്റ് വരത്തില്ലേ? വിൻഡ് അല്ലേ മാഡം? വിൻഡ് വരുമോ? hydro electric. ഹൈഡ്രോ ഇലക്ട്രിക് ആണ്. പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓർത്തോണം, അവിടെ ഫ്യൂവൽ കോസ്റ്റ് ആണ് മെയിൻലി ഉദ്ദേശിക്കുന്നത്. ഫ്യൂവൽ കോസ്റ്റ്
ഏതാ? ഇൻപുട്ട് കോസ്റ്റ് കൂടുതലല്ലേ ഹൈഡ്രോ? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലാണ്. പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോസ്റ്റ്. നമ്മൾ വൺസ് ഒരു പവർ പ്ലാന്റ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രൊഡക്ഷൻ കോസ്റ്റിൽ വരില്ല കേട്ടോ. ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിന് കൂടുതൽ. പക്ഷേ ലോ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയാനുള്ള കാരണം ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ നമ്മൾ ഫ്യൂവൽ യൂസ് ചെയ്യുന്നില്ല. ഫ്യൂവൽ യൂസ് ചെയ്യാത്തത് കൊണ്ട് ഏറ്റവും ലോ പ്രൊഡക്ഷനും മെയിൻ്റനൻസ് കോസ്റ്റ് രണ്ടും കൂടെ വരുന്നത് ഹൈഡ്രോയ്ക്കാണ്. അപ്പൊ ലോ പ്രൊഡക്ഷൻ കോസ്റ്റ് മാത്രമാണ് ചോദിച്ചില്ലെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷൻ വന്നേക്കാം. വിൻഡോ ടൈഡലോ ആയിക്കൂടെ എന്നുള്ള കൺഫ്യൂഷൻ വരാം. പക്ഷെ മെയിൻ്റനൻസ് കോസ്റ്റ് വിൻഡിന്റെ കേസിലും ടൈഡലിന്റെ കേസിലും മെയിൻ്റനൻസ് കോസ്റ്റുകൾ ഉണ്ട്. അതുകൊണ്ട് പറഞ്ഞു മിസ്സേ, അപ്പോ ഈ പ്രൊഡക്ഷൻ കോസ്റ്റ് അല്ല, ഈ ഇനിഷ്യൽ കോസ്റ്റ് ലോ ആയിട്ടുള്ള സ്റ്റേഷൻ ഏതായിരിക്കും? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ലോ ആയിട്ടുള്ളതോ? അത് കൺവെൻഷണൽ ആണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത് തെർമൽ ആണ് കുറച്ചും കൂടെ ഹൈഡ്രലിനേക്കാളും കുറവെന്ന് പറയാൻ പറ്റത്തുള്ളൂ. നോൺ കൺവെൻഷണൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം തന്നെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലാണ്. സോളാറിന് മാത്രമാണ് കുറച്ച് കുറവുള്ളത്. ഓക്കെ, അത് ശ്രദ്ധിച്ചോണം. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റും പ്രൊഡക്ഷൻ കോസ്റ്റും രണ്ടാണ്. പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട കോസ്റ്റ്, എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ ഫ്യൂവൽ ഡിപ്പെൻഡഡ് ആണ്. ഫ്യൂവൽ ഇല്ലാത്തത് ഏതാണോ അതായിരിക്കും ഓപ്ഷൻ. ഇനി ശ്രദ്ധിച്ചോണം, കൂടെ മെയിൻ്റനൻസ് കോസ്റ്റും കൂടെ വന്നിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഹൈഡ്രോ ചൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയേക്കാം. വിച്ച് മെത്തേഡ് ഓഫ് പവർ ജനറേഷൻ ഇസ് മോസ്റ്റ് കോംപ്ലക്സ്? ഏതായിരിക്കും? ന്യൂക്ലിയർ ആണ് കറക്റ്റ് ആൻസർ. കാര്യം അതിനകത്ത് നമുക്ക് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ സീലിങ്ങും കാര്യങ്ങളും കണ്ടാമിനേഷൻ വരാതെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഇസ് നോട്ട് എ മേജർ കൺസിഡറബിൾ പോയിന്റ് ഇൻ സൈറ്റ് സെലക്ഷൻ ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ? ഓപ്ഷൻസ് നോക്കിയാൽ മനസ്സിലാകും ഇതെല്ലാം നമ്മുടെ സൈറ്റ് സെലക്ഷൻ ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. അവൈലബിലിറ്റി ഓഫ് വാട്ടർ, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, കോസ്റ്റ് ആൻഡ് ടൈപ്പ് ഓഫ് ലാൻഡ്, ലോഡ് സെന്റർ. ഇതിൽ ഏറ്റവും ലീസ്റ്റ് അല്ലെങ്കിൽ ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വാട്ടർ, ലീസ്റ്റ് ഇമ്പോർട്ടന്റ്, നോട്ട് മേജർ കൺസിഡറബിൾ പോയിന്റ് എന്നാ പറഞ്ഞേക്കുന്നത്. ലോഡ് സെന്റർ ആണ് കറക്റ്റ് ആൻസർ. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഇമ്പോർട്ടന്റ് ആണ്, വെള്ളം വേണം. കോസ്റ്റ് ആൻഡ് ടൈപ്പ് ഓഫ് ലാൻഡും ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഹില്ലി ഏരിയ അല്ലെങ്കിൽ അത്യാവശ്യം ഹൈറ്റ് വേണ്ടേ, എന്നാലല്ലേ നമുക്ക് ഹെഡ് കിട്ടത്തുള്ളൂ. അതേപോലെ വെള്ളം ത്രൂ ഔട്ട് വേണം. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി വേണം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ടർബൈനും കാര്യങ്ങളും എത്തിക്കാൻ പറ്റുമോ? ഇല്ല. നമുക്കറിയാം ലോഡ് സെന്ററുമായിട്ട് കളമശ്ശേരിയും അതേപോലെ ഇടുക്കി ഡാമും അടുത്തടുത്തല്ലല്ലോ, അല്ല. അപ്പം ലോഡ് സെന്റർ നമുക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ല, അല്ലെങ്കിൽ ലീസ്റ്റ് ആയിട്ടുള്ള ഒരു കൺസിഡറേഷൻ മാത്രമാണ് അവിടെ വരുന്നത്. നമ്മൾ ഏറ്റവും ആദ്യമേ പോയി വേണമെന്നുണ്ടെങ്കിൽ അവൈലബിലിറ്റി ഓഫ് വാട്ടർ എന്ന് കുത്തും. നമ്മൾ നോട്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കാതെ പോയി കുത്തല്ലേ. നോട്ട് എ മേജർ കൺസിഡറബിൾ പോയിന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച്. നമ്മൾക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് ചാടി. ഈ നോട്ട് എ മേജർ കൺസിഡറബിൾ എന്ന് പറയുമ്പോ എങ്ങനെയാ? നോട്ട് എ മേജർ കൺസിഡറബിൾ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ഇമ്പോർട്ടന്റ് അല്ല, ലീസ്റ്റ് ഇമ്പോർട്ടൻസ്. അതാണ്. ഓക്കെ, മനസ്സിലായോ? ഏറ്റവും കുറവ് ആവശ്യമുള്ള സാധനം അല്ലേ? ഏറ്റവും കുറവ് ഏതാ? ബാക്കി എല്ലാം അത്യാവശ്യമുള്ളതാണ്. പക്ഷെ ലോഡ് സെന്റർ ഇച്ചിരി മാറിയാണെങ്കിൽ നമുക്കത് വലിയ കാര്യമല്ല. നമുക്ക് ട്രാൻസ്മിഷൻ അവൈലബിൾ ആണ്. അപ്പൊ ലീസ്റ്റ്. പെട്ടെന്ന് അവൈലബിലിറ്റി ഓഫ് വാട്ടർ ആണെന്ന് തോന്നി. അതാ ഞാൻ പറഞ്ഞത്. ഇവിടെ നമ്മൾ ആ നോട്ട് എ മേജർ കൺസിഡർ അത് നമ്മൾ ശ്രദ്ധിക്കത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ധൃതിക്ക് നമ്മൾ അത് ശ്രദ്ധിക്കാതെ പോകും. അതുകൊണ്ട് ക്വസ്റ്റ്യൻ വായിച്ച് കറക്റ്റ് ആയിട്ട് ഉത്തരം എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A low head hydroelectric plant has an operating head. എത്രയായിരിക്കും? Below 30. Below 30. ചില ക്വസ്റ്റ്യനുകളില് 50 മീറ്റർ ആണ് തന്നിരിക്കുന്നെങ്കിൽ ഈ ബിലോ 30 ഇല്ല,
ഈ എബോവ് 30 മീറ്ററും ആണ് തന്നിരിക്കുന്നതെങ്കിൽ എന്തായിരിക്കും കറക്റ്റ് ഉത്തരം? 50 മീറ്റർ തന്നെയല്ലേ? 50 മീറ്റർ എഴുതുക കേട്ടോ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എബോവ് 30 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 300 വേണമെങ്കിൽ കൺസിഡർ ചെയ്യാൻ മേലെ. അതെ. അപ്പൊ ഈ ബിലോ 30 മീറ്റർ ഇല്ല, അങ്ങനെ ഒരു ഓപ്ഷൻ തന്നിട്ടില്ലെങ്കിൽ 50 മീറ്ററിന് പൊക്കോളാം കേട്ടോ. ഓക്കെ. Okay. Next question. For variable heads of near about less than 30 meter, which type of turbine is used in hydropower station? Kaplan. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Kaplan. കപ്ലാൻ ആണ്. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിയർ അബൌട്ട് ലെസ് ദാൻ 30 മീറ്റർ എന്ന് വെച്ചാൽ 30 താഴെയോ അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. നിയർ അബൌട്ട് ലെസ് ദാൻ 30 മീറ്റർ, 30 താഴെയുള്ള ഹെഡ്സ്. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ കപ്ലാൻ ടർബൈൻ ആണ്. ഇനി അവിടെ റിയാക്ഷൻ ടർബൈൻ എങ്ങാനും ഒരു ഇതുണ്ടായിരുന്നെങ്കിലോ, കപ്ലാൻ ടർബൈനും റിയാക്ഷൻ ടർബൈനും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഏതാ ചൂസ് ചെയ്യേണ്ടത്? കപ്ലാൻ തന്നെ ചൂസ് ചെയ്തോളാം കേട്ടോ. റിയാക്ഷൻ ടർബൈൻ എഴുതല്. കപ്ലാനും റിയാക്ഷൻ ടർബൈനും ഓപ്ഷനിൽ വരുന്നുണ്ടെങ്കിൽ കറക്റ്റ് ആൻസർ കപ്ലാൻ തന്നെ എഴുതണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The following is the correct order of energy conversion in thermal power plant. ഏതായിരിക്കും? തെർമൽ പവർ പ്ലാന്റിൽ എന്താ സംഭവിക്കുന്നത് ശരിക്കും? ഓപ്ഷൻ എ അല്ലേ? കെമിക്കൽ എനർജി, മെക്കാനിക്കൽ എനർജി, ഇലക്ട്രിക്കൽ എനർജി. അതെ, കെമിക്കൽ എനർജി, മെക്കാനിക്കൽ എനർജി, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. അതാണ് കറക്റ്റ് ഓപ്ഷൻ. അതിൽ വലിയ നമുക്കൊരു കൺഫ്യൂഷൻ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following are the main circuits of a modern thermal power plant? Coal and ash circuit, air and flue gases, feed water and steam circuit. All of the given ആണ് കറക്റ്റ് ആൻസർ അല്ലേ? അപ്പൊ ഇത് ഇപ്പൊ ഇന്ന് നമ്മൾ 30 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇന്ന് ഒത്തിരി ഞാൻ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മളൊന്ന് ബേസിക്കലി ഒന്ന് ടച്ച് ചെയ്ത് പോകുന്നു എന്നുള്ള ഉദ്ദേശിച്ചുള്ളൂ. അപ്പം ഇതിനകത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യന്റെ ഒരു രീതി ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി ഇതിനകത്ത് നിന്ന് കുറച്ചൊരു കൂടുതലായിട്ട് ലെവൽ അപ്പ് ചെയ്ത് വരാവുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ലോഡ് ഫാക്ടർ അങ്ങനെയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ലോഡ് ഫാക്ടർ, ഡിമാൻഡ് ഫാക്ടർ, അതൊക്കെ പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിക്കാനുള്ളതായിരുന്നു, സിലബസിൽ പഠിക്കാനുള്ളതായിരുന്നോ? അപ്പൊ ഇതിനകത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ അത് ഞാനൊരു സെക്ഷൻ ആയിട്ട് നമുക്കത് ചെയ്യാം. എന്ന് വെച്ചാൽ ഇത് വെച്ചിട്ട് ലോഡ് ഫാക്ടർ, ഡിമാൻഡ് ഫാക്ടർ, ഡൈവേഴ്സിറ്റി ഫാക്ടർ ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് പവർ സ്റ്റേഷൻസ് ഹൈ ആയിരിക്കണോ, ലോ ആയിരിക്കണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ബേസ് ലോഡ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. ഇങ്ങനത്തെ പ്രോബ്ലംസ് ചിലപ്പോൾ ഇതിനകത്ത് ചോദിക്കാം, പക്ഷെ അത് ഒത്തിരി നമുക്ക് സാധാരണ IT സിലബസിൽ ഡിമാൻഡ് ഫാക്ടർ പ്രോബ്ലംസ് ചോദിക്കാറില്ല, കണ്ടിട്ടില്ല, ചോദിച്ചിട്ടില്ല. ഈ ഒരു 2023 നടന്ന ഒരു പരീക്ഷയിൽ ലോഡ് ഫാക്ടർ, ഡിമാൻഡ് ഫാക്ടറിൽ വെച്ച് തന്നെ ഒരു 4 ക്വസ്റ്റ്യൻസ്, പക്ഷെ അത് നമുക്ക് പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ അല്ലായിരുന്നു, അല്ലാതെ തിയറിറ്റിക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇലക്ട്രീഷ്യൻ എക്സാമിനാണ് ഇത് വന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് നമുക്ക് ഞാനത് നിങ്ങളുടെ അത്രയും വരില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ റീസെന്റ് ആയിട്ട് ഇത് ചോദിച്ചു കാണുന്നുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഒരു സെക്ഷൻ ആയിട്ട് ഞാനത് റെക്കോർഡഡ് വീഡിയോ നിങ്ങൾക്ക് തരാം. അതിന്റെ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഒന്ന് ഞാൻ ഡിസ്കസ് ചെയ്ത് പോയേക്കാം. എന്താന്ന് വെച്ചാൽ ഇൻ കേസ് എങ്ങാനും വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് അറ്റൻഡ് ചെയ്യാൻ പാകത്തിന്. അപ്പൊ ഇത് നിങ്ങൾ ഈ മോഡ്യൂൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കുക. ഈ തരുന്ന MCQസും നിങ്ങൾക്ക് നടത്തുന്ന എക്സാംസിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും കളക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, എന്തേലും ഡൗട്ടുകൾ ഉണ്ടോ? രണ്ടും ബേസിലോടാ? ഏതാ? രണ്ടും വിത്ത് ബോണ്ടേജ്, വിത്തൗട്ട് ബോണ്ടേജ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ കണ്ടിരുന്നു. റൺ ഓഫ് റിവറിന്റെ കാര്യമല്ലേ ചോദിക്കുന്നത്? കേൾക്കാവോ? കേൾക്കാം. റൺ ഓഫ് റിവറിന്റെ കാര്യമല്ലേ ചോദിക്കുന്നേ?
അതെ. റൺ ഓഫ് റിവർ നമ്മൾ യൂസ് ചെയ്യുന്നത് ബേസ് ലോഡ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് വിത്ത് പോണ്ടേജ് ആണെങ്കിലും വിത്തൗട്ട് പോണ്ടേജ് ആണെങ്കിലും മെയിൻലി നമ്മൾ വിത്ത് പോണ്ടേജ് ഉള്ളതാണ് ബേസ് ലോഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അത്രയും നിങ്ങൾ ഡെപ്തിൽ പോകണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. വിത്ത് പോണ്ടേജ് ആണ് നമ്മൾ ബേസ് ലോഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ജനറേഷൻ വേണമെങ്കിൽ വിത്ത് പോണ്ടേജ് ഉള്ളത് വേണം. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട് പോണ്ടേജ് ആണെങ്കിൽ പീക്ക് ഡിമാൻഡിന് മാത്രമേ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാര്യം അവിടെ നമുക്ക് വാട്ടർ നമ്മൾ സ്റ്റോർ ചെയ്യുന്നില്ല. വെനെവർ ദർ ഇസ് എ ഡിമാൻഡ് ഉള്ളപ്പോൾ മാത്രം നമ്മൾ സപ്ലൈ ചെയ്യുന്നു. ആ രീതിയിലാണ് വിത്തൗട്ട് പോണ്ടേജ് വർക്ക് ചെയ്യുന്നത്.